നമുക്ക് ഉൽപ്പത്തി പുസ്തകം 41 1 2 41 1 2 ഉൽപ്പത്തി പുസ്തകം 41 1 2 വായിച്ചു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്നാൽ അവൻ നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ അടിയനങ്ങൾ താഴ്ത്തുകയാണ്. അവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിച്ച് കൃപയാൽ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശു ക്രിസ്തു നാമത്തിൽ ശാസിച്ച് ഭർഷിച്ച് മാറ്റുന്നു. ദൈവാത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം, വെളിച്ചം എല്ലാം അങ്ങ് നിയന്ത്രിക്കണം. ഇവിടെ ആയിരിക്കുന്ന മക്കളെ ദൈവരെ സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ കടന്നു വരുവാൻ ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബിൽ കേൾക്കുന്ന സകലവർക്ക് ഇത് അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇന്നലകളിൽ ദൈവം സംസാരിക്കുന്ന അപ്പുറമായി ഇന്ന് സംസാരിക്കത്തക്കവണ്ണം, ദൈവശബ്ദം കേൾക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്ന് എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ. എല്ലാവരും മാത്രമൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, എന്നോടൊന്ന് സംസാരിക്കണം. ദൈവം ഇടപെടണം. അടുത്ത നിലവാരത്തിലേക്ക്, പുതിയ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ, അടുത്ത നിലവാരത്തിലേക്ക് മാറ്റി റേഞ്ച് മാറി കയറത്തക്ക വണ്ണം, പുതിയ മാസത്തിലെ പുതിയ ദിവസത്തിലേക്ക് നാളത്തെ കയറത്തക്ക വണ്ണം സ്വർഗത്തിൻ്റെ കരവിടെ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ, എല്ലാ തടസ്സങ്ങളും അസമാധാനങ്ങളെല്ലാം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഓരോ ചെവികളെ ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അദൃശ്യനായിരിക്കണം, കൃപയിൽ പൊതിയണം. എല്ലാ മുഴുവൻ മഹത്വം ഞാൻ യേശുവിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 41 അതിൻ്റെ 1 വാക്യമാണ് വായിച്ചത്. ഇപ്പോൾ 2 സംവത്സരം കഴിഞ്ഞ ശേഷം, 2 സംവത്സരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, യോസഫ് ഇവിടെ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. ആമേ, എത്ര സംവത്സരം? 2 സംവത്സരം. നമുക്ക് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റുന്നില്ല, 2 മാസം കിടക്കാൻ പറ്റുന്നില്ല. പക്ഷെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ വെളിച്ചം കാണാൻ കഴിയാത്ത അറയ്ക്കകത്ത്, ജയിലിനകത്ത് കിടക്കുകയാണ്. എന്തിനാണ് ജയിലിനകത്ത് പോയി നിങ്ങൾ പഠിച്ചു? എന്താണ്? പാപം ചെയ്യാത്തത് കൊണ്ട് യോസഫിന് കാരാഗ്രഹത്തിൽ തെളിവ് കൊടുത്തു, വസ്ത്രം കാണിച്ചു, തെളിവ് കൊടുത്തു, കാരാഗ്രഹത്തിനെ പൂട്ടി. ഹല്ലേലൂയ, മറക്കരുത്. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ജീവിതം, യോസഫ് വിചാരിച്ചു, ഇതോടെ മറ്റുള്ളവർ വിചാരിച്ചു, യോസഫേ നിന്റെ ജീവിതം ഇതോടെ തീരുമെന്ന്. ചില കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിലോട്ട് പോകുമ്പോൾ ദൈവത്തിന് വെയിറ്റിംഗ് ഉണ്ട്. മറക്കരുത്, ദൈവം അറിഞ്ഞിട്ടാണ് നമ്മൾ കാരാഗ്രഹത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് നമ്മൾ കാരാഗ്രഹത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആര് നിന്റെ കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. ദൈവം പറഞ്ഞിട്ടാണ്. ദൈവം പറയാതെ കാരാഗ്രഹത്തിൽ പോകുന്നവരുണ്ട്. അറിഞ്ഞു വെച്ചും കൊണ്ട് തെറ്റ് ചെയ്തിട്ട് ജയിലിൽ പോകുന്നവരുണ്ട്. ആ ദൈവം കൂടെ ഇല്ല. നമ്മൾ അറിയാതെ, എന്നാൽ നീ അറിയാതെ ഒരു തെറ്റ് ചെയ്യാതെ കാരാഗ്രഹത്തിൽ പോകുന്നുണ്ടെങ്കിൽ, എന്താണ്, ചില നിരപരാധികൾ ഇന്ന് കാരാഗ്രഹത്തിലോട്ട് പോകുമ്പോൾ 2 സംവത്സരം 2 വർഷം ദൈവം മിണ്ടാതിരുന്നു. ചിലപ്പോൾ ദൈവം മിണ്ടത്തില്ല, ദൈവം സംസാരിക്കില്ല, ചോദിച്ച മറുപടി ഒന്നും പറയില്ല. എത്ര പ്രാർത്ഥിച്ചാലും ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് മിണ്ടാതിരിക്കും. ദൈവം സംസാരിക്കില്ല. ദൈവത്തിന് ടൈമുണ്ട്. ഇത്ര ദിവസം വരെ നീ സംസാരിക്കാൻ പാടില്ല, ഞാൻ ഇടപെടത്തില്ല. നീ എങ്ങനെയൊക്കെ നിലവിളിച്ചാലും, അവിടുത്തെ എന്തൊക്കെ കാണിച്ചാലും ദൈവം കേൾക്കത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ ഒന്ന് അതിനകത്തിട്ട് പണിയാണ്, അതിനകത്ത് ദൈവം ഒരുക്കുകയാണ്. കാര്യം എന്താണ്? 2 സംവത്സരമായപ്പോൾ ദൈവം പറഞ്ഞു, ഇനി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിനകത്ത് യോസഫ് എന്താണ് നോക്കുമ്പോൾ ഒരു പുറവെറുപ്പില്ലാതെ, ദർശനം നഷ്ടപ്പെടാതെ. യോസഫ് ആരാ? സ്വപ്നക്കാരനാണ്. യോസഫ് ആരാണ്? സ്വപ്നക്കാരനാണ്. സ്വപ്നക്കാരൻ ഇന്ന് കിടക്കുന്നത് സ്വപ്നം വലുതായതുകൊണ്ട്. ദർശനം വലുതുണ്ടോ? പ്രശ്നവും വലുതാണ്. ദർശനം വലുതാണെങ്കിൽ നിന്റെ പ്രശ്നവും വലുത് തന്നെയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് നടുവിലും കാരാഗ്രഹത്തിലേക്ക് കഴിഞ്ഞ സമയത്ത് അവിടെ ദൈവം അടുത്ത് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവം പദ്ധതി ഇടുന്നു. ഇനി 2 സംവത്സരം നീ കിടന്നാൽ മതി.
അടുത്ത ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്ന ടൈം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം പുറത്തു കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ട്. നീ ഒരുങ്ങിക്കോ. കരം അടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരുങ്ങിക്കോ. പുറത്തു കൊണ്ടുവരുവാൻ സമയമാകുന്നുണ്ട്. അതിന് ദൈവം എവിടെയാണ് എങ്ങനെയാണ് തുടങ്ങണം ദൈവം നല്ലപോലെ അറിയാം. ദൈവത്തിന് എവിടെ തുടങ്ങണമെന്നും എവിടെ അവസാനിപ്പിക്കണമെന്നും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ രണ്ടുപേരെ സ്വപ്നം കാണിച്ച് കൂടെ രണ്ടുപേരെ ഏൽപ്പിച്ചു. അവിടെ അവരെ ദർശനം കൊടുത്തു. അവർ രണ്ട് അപ്പക്കാരെ എല്ലാം പിടിവിച്ചു. അതിനകത്ത് രണ്ട് പാനപാത്രക്കാരുണ്ടായിരുന്നു. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം രണ്ട് സംവത്സരങ്ങളുടെ സമയത്ത് അടുത്ത സ്വപ്നം കൊടുത്ത് ആർക്ക് കൊടുക്കുന്നു? ഫറവോനൊരു സ്വപ്നം കൊടുക്കുന്നു. ആ സ്വപ്നം എന്തായിരുന്നു? വായിച്ചു. ഫറവോൻ കണ്ട സ്വപ്നം, അവൻ നദീതീരത്ത് നദീതീരത്ത് നിന്നു. അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുള്ള വേറെ 7 പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു. മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇപ്പൊ പുഷ്ടി ഉള്ളതിനെ പുഷ്ടി ഇല്ലാത്ത തിന്നു കളയുന്നു. നല്ല ആരോഗ്യത്തോടെ ഇരിക്കണേനെ കയറി വിരൂപമായ നല്ല സ്വപ്നം, അടിപൊളി സ്വപ്നം. അല്ലെങ്കിൽ വിരൂപമായതും മെലിഞ്ഞതുമായ വന്നിട്ട് 7 തട്ടിക്കളഞ്ഞു, തിന്നുകളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അവൻ പിന്നെയും ഉറങ്ങി. രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു. ഉറങ്ങിയ വീണ്ടും സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞും ഇരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത 7 കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. നോക്കിക്കോളണം, അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കതിരിന് സംഭവിച്ചിരിക്കുന്നത്. 2 സ്വപ്നങ്ങൾ ഒരേ കണക്കിൽ പശുവിൻ്റെ രീതിയിലും നെൽമണിയുടെ രീതിയിലും സ്വപ്നം കണ്ടിരിക്കുന്നു. 7 അതേ അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ എന്നാൽ മെലിഞ്ഞതുമായിരുന്ന കതിരുകൾ, മെലിഞ്ഞ പുഷ്ടിയുള്ള മണിക്കരുത്തുള്ള 7 കതിരുകളെ മെലിഞ്ഞുമായ എന്നാൽ അന്ന് കരിഞ്ഞതുമായ അതിൽ നിന്നാൽ നേർത്തതുമായ കതിരുകൾ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അത് സ്വപ്നം എന്ന് അറിഞ്ഞു. അപ്പൊ സ്വപ്നത്തെ കുറിച്ച് 2 സ്വപ്നവും നിങ്ങളുടെ മനസ്സിനകത്തിരിക്കണം. ഏത് 2 സ്വപ്നവും കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വെക്കുക. ആ സമയത്ത് ഫറവോൻ ഉണർന്നു. അപ്പോൾ ഫറവോൻ ഉണർന്നു. അത് സ്വപ്നമെന്ന് അറിഞ്ഞു. പ്രഭാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ടു. മിസ്രയീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി. ആളെ വിളിച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു. അവരുടെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ അപ്പോൾ നോക്കിക്കോളണം, ഈ സ്വപ്നം കണ്ടപ്പോൾ നമ്മളെ ഫറവോൻ എന്ത് ചെയ്തു? ഇത് വ്യാഖ്യാനിക്കണം. ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ, ഒന്നും അറിയാത്ത രീതിയിൽ വളരെ എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊന്ന് വ്യാകുലപ്പെട്ട മനസ്സ് വല്ലാതെ വിഷമത്തിലേക്ക് വ്യാകുലപ്പെട്ട മിസ്രൈമിലെ ഈ വ്യാകുലപ്പെട്ട സമയത്ത് എന്ത് ചെയ്തു? അപ്പോൾ വ്യാകുലപ്പെട്ട സമയത്ത് മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാവരും ആളയച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല.
നിന്റെ സ്വപ്നം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവാത്മാവുള്ളവന് മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. ദൈവ പൈതലേ, കാര്യം എന്താണ്? ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് പദ്ധതിയുണ്ട്. യോസഫേ, കാരാഗ്രഹത്തിൽ ഒരുവൻ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. ഇത് മറ്റാർക്കും വെളിപ്പെടുത്തിയില്ല. മന്ത്രവാദികൾക്കും അതുപോലെ തന്നെ മിസ്രൈമിലെ ജ്ഞാനികൾക്കും ആർക്കും വെളിപ്പെടുത്തിയില്ല. കാരണം സ്വപ്നം, യഥാർത്ഥ സ്വപ്നം തരുന്നത് ദൈവാത്മാവ് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ. നിങ്ങൾ കാണുന്ന സ്വപ്നം യഥാർത്ഥമായിരുന്നു കഴിഞ്ഞാൽ അത് ആത്മാവുള്ളവന് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ. അല്ലാത്ത സ്വപ്നങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നില്ലേ? കണ്ണടച്ച് നിൽക്കുമ്പോൾ എന്താണ് പേടിപ്പെടുത്തുന്ന രീതികൾ? സ്വപ്നം ഒരുപാടുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ മന്ത്രവാദികൾക്കോ ജ്ഞാനികൾക്കോ ആർക്കും ആളയച്ചവരെ വരുത്തി. എന്നാൽ ഈ സ്വപ്നം പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹനും പ്രമാണിയും ഫറവോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു, എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നല്ലോ. അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു. വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തരും കണ്ടത്. അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചതാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തന് താന്താന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു നോക്കിക്കോളണം. ഇവിടെ അപ്പക്കാരന്മാരെ പ്രമാണികൾ അതിനകത്ത് കാരാഗ്രഹത്തിൽ പോയ സമയത്ത് രണ്ടുപേരും സ്വപ്നം കണ്ടു. ഈ രണ്ടുപേരും സ്വപ്നവും വെവ്വേറെയായിരുന്നു. ആ വെവ്വേറെ ആര് വിവരിച്ചെന്നു? അതിനകത്തൊരു എബ്രായ ബാലനുണ്ടായിരുന്നു, ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. എൻ്റെ സ്വപ്നത്തെ വിവരിക്കുന്ന ആൾ. ഇതിനകത്ത് രാജാവ് ആകപ്പാട് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റാതെ വ്യാകുലപ്പെടുന്ന സമയത്ത് പ്രതീക്ഷിച്ച വ്യക്തിയിൽ നിന്നുള്ള നല്ലൊരു അനുഭവം കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി എന്നൊരു അനുഭവം കിട്ടൂല. ദൈവമക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്തൊന്നും ചിലപ്പോൾ പറയും, ഇന്നയാളെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, അല്ല ഇന്നടുത്ത് പോയാൽ നമുക്ക് കാര്യം അറിയാൻ പറ്റും. ഇല്ല, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അവരൊക്കെ പകച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്ത് പറയുന്നത്, എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഞാനും കാരാഗ്രഹത്തിൽ പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, അവിടെ വെച്ച് ഞങ്ങൾ രണ്ട് വെവ്വേറെ സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു, എന്നാൽ വ്യാഖ്യാനിച്ചു തന്ന ഒരു എബ്രായ ബാലനുണ്ടായിരുന്നു. അവൻ സ്വപ്നത്തെ വിവരിച്ചു. വായിച്ചു. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ. ഉടനെ ഫറവോൻ ആളയച്ചു യോസഫിനെ വിളിപ്പിച്ചു. നമ്മുടെ യോസഫ് എവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിൽ. മറക്കരുത്, യോസഫ് കാരാഗ്രഹത്തിലേക്ക് കിടക്കുകയാണ്. എന്നാൽ ഒരാളെ സ്വപ്നം പറഞ്ഞപ്പോൾ അടുത്ത പറഞ്ഞു, ഇതൊക്കെ ചെന്ന് പറയണം, ഫറവോനടുത്ത് പറയണം, നീ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഓർക്കേണ്ട സമയത്ത് ആൾ ഓർത്തില്ല, മറന്നുപോയി. എന്നാൽ വീണ്ടും നീ മറന്നു പോയാലും അത് മറന്നതല്ല, മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞതാ. ദൈവത്തിന് സമയമുണ്ട്. ഇന്ന് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരാമേ നമ്മുടെ ജീവിതത്തിലേക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തും. എന്നാൽ ആ സമയത്ത് പറഞ്ഞു, ഒരു വ്യക്തി എൻ്റെ അടുത്തുണ്ട്, ആ വ്യക്തിയെ എന്ത് ചെയ്തു? ഉടനെ വായിച്ചു. അവൻ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു. അവനെ ക്ഷൗരം ചെയ്ത് നല്ല മുടിയൊക്കെ വെട്ടി. ഇപ്പൊ കിടക്കുന്നത് മുടി വെട്ടാതെയും ഷേവ് ചെയ്യാതെ നീറ്റായി നോക്കിക്കോളാം. വേഗത്തിൽ ക്ഷൗരം ചെയ്യണം. ഇന്ന് ആരെങ്കിലും ഉശാന്താടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടോ? നീറ്റാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരസ്പരം കണ്ണാടിയിൽ നോക്കി അറിയാം. നീ കുണ്ട്രയിൽ കിടന്നപ്പോൾ വൃത്തികേടായിരുന്നു. കുണ്ട്രയല്ല കിടക്കുന്നത്, ദൈവസന്നിധിയിലാണ്. ഹല്ലേലൂയ. കുണ്ട്രയിലല്ല കിടക്കുന്നത്. നീ കുണ്ട്രയിൽ കിടക്കണമെങ്കിൽ ക്ഷൗരവും ചെയ്യണ്ട, തലമുടിയും വെട്ടണ്ട,
ആമേ ഭ്രാന്തനെ പോലെ കിടക്കാം. ആമേ ഇന്ന് താമസം എവിടെ നോക്കിക്കൊള്ളണം. വീട്ടിനകത്താണെങ്കിൽ നീറ്റായിരിക്കണം, പള്ളിക്കകത്താണെങ്കിൽ നീറ്റായിരിക്കണം. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. കുണ്ട്രയിൽ കിടന്ന സമയത്ത് അവിടെ തലമുടി വെട്ടാൻ ആളില്ല, ക്ഷൗരം ചെയ്യാൻ ആളില്ല. വിരൂപനായിരുന്നു ജോസഫ്. ആരായിരുന്നു? ഒരു വിരൂപൻ. ആളറിയാൻ പറ്റാത്ത രീതിയിൽ 2 വർഷത്തോളം 2 സംവത്സരം ബ്ലേഡ് പോലും അടുത്തോട്ട് പോയിട്ടില്ല, കത്തിരി പോലും അടുത്ത് പോയിട്ടില്ല. അത്രത്തോളം ഇവിടെ ഒരു ദിവസം പോയി 2 ദിവസം വരെ ഒരാഴ്ച ആകുമ്പോൾ എന്ത് അവസ്ഥയായിരിക്കും? നമുക്ക് 1 മാസം ഇത് 2 വർഷത്തോളം കുളിയില്ല, നനവില്ല, ആ അവസ്ഥയിൽ കിടക്കുന്ന ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടക്കുന്ന വ്യക്തിയെ നേരെ കൊണ്ടുവന്നു ആളഴിച്ച് വീഴ്ച. രാജാവിന്റെ അടുത്ത് നിർത്തണമെങ്കിൽ നീറ്റായിട്ട് നിർത്തണം. രാജസ്ഥാനത്ത് രാജാവാ വിളിക്കുന്നത്. നിന്നെ കയറ്റുമ്പോൾ നീറ്റായിട്ട് നിർത്തുമ്പോൾ രാജസ്ഥാനത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കൾ, രാജാവ് രാജസ്ഥാനത്ത് വിളിക്കുമ്പോൾ നീറ്റായിട്ട് പോകണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ അപ്പന്റെ അടുത്ത് നമ്മൾ പോകേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്ക്. രാജാവിന്റെ അടുത്ത് പോകുമ്പോൾ ഒരുക്കമുണ്ടെങ്കിൽ ഒരുക്കമുണ്ടെങ്കിൽ അപ്പനായ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. ദൈവസന്നിധിയിൽ വരേണ്ടത് എത്രമാത്രം ഒരുക്കമുണ്ടെന്ന് ആത്മാവിനെ വിളിച്ചു പറയാണ്. നമ്മൾ ഒരുങ്ങണം, നീറ്റാവണം, ക്ഷൗരം ചെയ്യണം. നീറ്റായി തന്നെ. നീറ്റ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ നീറ്റായിട്ട് പോകണം. ഇപ്പം ഞാനൊരു വ്യക്തിയെ കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി നീറ്റായിട്ട് പോകും, അല്ലാത്ത പോയി കഴിഞ്ഞാൽ പോകത്തില്ല. നമ്മൾ എപ്പോഴും നമ്മൾ നീറ്റായിരിക്കണം. നമ്മൾ കാരാഗ്രഹം ചോദിക്കണം. ഇപ്പം കാരാഗ്രഹത്തിൽ വരുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന അനുഭവത്തോടെ രാജാവിനോട് നിർത്താൻ പറ്റൂല. നല്ല കുളിക്കണം, മുടിയും തലമുടിയൊക്കെ വെട്ടി അല്ലെ നീറ്റായി ഷേവിയൊക്കെ ചെയ്ത് ക്ലീൻ ഷേവിയൊക്കെ ചെയ്ത് നീറ്റായി ഇന്ന് എവിടെയെങ്കിലും നീറ്റാവാതെ തിന്നണമെങ്കിൽ താടിയിലും കുറച്ചിരിക്കും. അവിടെ വന്ന് പക്ഷികൾ കൂട് വയ്ക്കുന്നുണ്ട്, അവിടെ കടന്തൽ കൂട് വയ്ക്കുന്നുണ്ട്. ഇന്ന് ഒരു അനുഭവത്തിലൂടെ പോകുന്നില്ല. പക്ഷേ നീറ്റും വൃത്തിയും വേണം. ദൈവമക്കളെ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ യോസഫ് നീ കാരാഗ്രഹത്തിൽ യോസഫായിട്ടല്ല, നിന്നെ കരകയറ്റുമ്പോ നിന്റെ കഷ്ടതയിൽ നിന്നും വേദനയുടെ നടുവിൽ നിന്നും കരകയറ്റുമ്പോ ഹല്ലേലൂയ. ഇന്ന് പുറത്ത് കാണിക്കാനല്ല, അകത്ത് കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് മനുഷ്യൻ പുറമേ അല്ല കാണുന്നത്. ഇന്ന് പുറമേ വിരൂപമായ രീതിയല്ല, അകത്തു വേദനിക്കുന്ന ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവന് ക്ഷൗരം ചെയ്തു. അടുത്ത ചെയ്തെന്താണ്? വസ്ത്രം മാറി. തലമുടിയൊക്കെ നീറ്റാക്കി ക്ലിയർ ആക്കിയിട്ട് ക്ഷൗരമൊക്കെ ചെയ്യിച്ചു. വസ്ത്രം, ഉടുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ എന്നുവെച്ചാൽ അവിടെ നാറ്റം വെച്ച വസ്ത്രമായിരുന്നു ഉടുത്തിരുന്നത്. അതിനകത്ത് നനയില്ല, കുളിയില്ല, ഒന്നുമില്ല. ഉണ്ടായിരുന്നാലും മാറി കൊടുക്കുക ഒന്നുമില്ല. പക്ഷെ രാജാവിൻ്റെ അടുത്ത് വരുമ്പോൾ നിന്റെ വസ്ത്രം മാറും. ദൈവ പൈതലേ, നീ രാജാവിൻ്റെ അടുത്ത് വരുമ്പോ ഞാനിന്ന് വിളിച്ചു പറയുന്നു, നിന്റെ 2 സംവത്സരം അതിന്റെ വസ്ത്രത്തെ ദൈവം മാറ്റുവാൻ പദ്ധതി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. നിങ്ങളുടെ വസ്ത്രം മാറുന്നുണ്ട്. ആത്മ പറയുന്നു, ചില വസ്ത്രങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾ മാറുമ്പോ നിങ്ങളുടെ വസ്ത്രങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്. വസ്ത്രം ചേഞ്ച് ആവും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് പറയുന്നു, ബ്രദറെ, നിങ്ങളുടെ വസ്ത്രം ചേഞ്ച് ആവും. ഇപ്പോഴത്തെ വസ്ത്രം ചേഞ്ച് ആവും. പറ, വസ്ത്രം ചേഞ്ച് ആവും. ഹല്ലേലൂയ. കഴിഞ്ഞ ആളുകളിൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ വസ്ത്രം ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. പറഞ്ഞാൽ സംഭവിക്കും. അടുത്ത കോട്ടോട്ട് യാത്ര ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുമ്പോ ഒന്ന് നമ്മളെ നീറ്റാക്കി എടുക്കും. ഒന്ന് കുളിപ്പിച്ച് നല്ല എടുക്കും. ദൈവം ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് വസ്ത്രം ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ പദവിയിലോട്ട് വരുമ്പോ, അനുഗ്രഹത്തിന്റെ പദവിയിലോട്ട് വരുമ്പോ വസ്ത്രം ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. അറിയുന്നു, ഫറവോന്റെ അടുക്കൽ യോസഫ് ചെന്നിരിക്കുകയാണ്. വായിച്ചോ. ഫറവോൻ യോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസഫ് ഫറവോനോട് ഞാനല്ല ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നോക്കിക്കൊള്ളണം.
ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കുണ്ട്രയിൽ കിടന്നവനെ കുളിപ്പിച്ച് ഒരുക്കി നീറ്റാക്കി രാജസന്നിധിയിൽ കൊണ്ടുവന്ന സമയത്ത് പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു, അത് ആരുടെ വ്യാഖ്യാനിക്കാനില്ല, നിനക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. സ്വപ്നം എനിക്കുള്ളതല്ല, ദൈവത്തിനുള്ളത്. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. അവിടെ പറയും, എന്റെ കഴിവോ എന്റെ മിടുക്കോ ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. നീ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാമെന്ന് കേട്ടു, പക്ഷെ അവിടെ ഒരു വാക്കെടുത്തിട്ടു, ദൈവത്തിന്. ഇത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് എന്തെങ്കിലും നന്മ പ്രാപിക്കപ്പെടണം, ഇതെന്റെ ദൈവം തന്നെയാണ്. ദൈവ പൈതലെ, ദൈവത്തിനും കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് തന്നെ പോണം. ആ പോയിന്റില് അവിടെ പറയുന്ന രാജാവിന്റെ അടുത്ത് തന്നെ മുഖത്ത് നോക്കി പറയുന്നു, ഇത് ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ ആരെങ്കിലും ഉന്നതരമൊന്നും നിൽക്കുമ്പോൾ നിന്റെ ദൈവത്തെ മറക്കരുത്, നിന്റെ അപ്പനെ മറക്കരുത്. നിന്നെ കയറ്റി വിടുമ്പോ ആമേ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ആമേ നിന്റെ അനുഗ്രഹം എവിടെയാണ് തോന്നുമ്പോ പറയണോ, എൻ്റെ ദൈവമാണ്, ഇത് എൻ്റെ ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് എന്നെ കൊണ്ടുവന്നെന്ന് പറയുവാനും. ആമേ ഇത് ദർശനം ആരുതാ? ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ശുഭമായിരിക്കട്ടെ. ഞാൻ എന്നാ പറവോൻ ശുഭമായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. പിന്നെ പറവോൻ യോസേഫിനോട് പറഞ്ഞത് എന്റെ സ്വപ്നം അങ്ങോട്ട് വിവരിക്കുകയാണ്. മന്ത്രവാദിനെ പറഞ്ഞ സ്വപ്നം അതുപോലെ തന്നെയാണ്. സ്വപ്നം ആരെടുത്ത് വിവരിക്കുന്നു? യോസേഫിനോട് വിവരിക്കുകയാണ്. ആ സ്വപ്നം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. വീണ്ടും എടുത്തവിടെ വായിച്ചിട്ടുണ്ട്. എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുള്ളൊരു വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്തെങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നു എന്നറിവാനില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 25-ാമത്തെ വാക്യത്തിൽ ഈ സ്വപ്നം വ്യാഖ്യാനിച്ച ഫറവോൻ യോസേഫ് പറഞ്ഞു. അപ്പോൾ യോസേഫ് പറയാ, ഫറവോനോട് പറഞ്ഞത് ഫറവോന്റെ സ്വപ്നം രണ്ടും ഒന്ന് തന്നെ. 2 സ്വപ്നവും ഒന്ന് തന്നെ, വ്യത്യസ്തമായി കാണിച്ചു കൊടുത്തു. പശുവിന്റെ രൂപത്തിലും കതിരിന്റെ രൂപത്തിലും രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? ഫറവോന് വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? സ്വപ്നത്തിന്റെ രൂപത്തിൽ. അടുത്ത് വരാൻ പോകുന്ന കാര്യത്തെയും അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലെയും പശുവിന്റെ രൂപത്തിലും അടുത്ത് കതിരിന്റെ രൂപത്തിലാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ അങ്ങനെയാണ് മറച്ചായിരിക്കും വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥമായിട്ട് എന്താണ്? അപ്പൊ നമ്മൾ ചോദിക്കും, എൻ്റെ ദൈവത്തിനെ കാണിക്കേണ്ടതെന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഉണ്ടോ? ഇല്ല. നേരെ കാണിച്ച് തന്നിരുന്നെങ്കിൽ വരാൻ പോകുന്ന അനർത്ഥത്തെ നേരത്തെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. കാര്യം എന്താണ്? എൻ്റെ ഒരു സ്വപ്നക്കാരൻ അവിടെ കിടപ്പുണ്ട്. നിനക്ക് മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ യോസേഫ് കയറത്തില്ല. യോസേഫ് സ്വപ്നം മുഖാന്തരം, ദർശന മുഖാന്തരം കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. ഇതാർക്കും വ്യാഖ്യാനിച്ചു തരാൻ കാര്യം, ആർക്കും പറ്റാത്ത കാര്യമുള്ളതുകൊണ്ടല്ല, ഇതാർക്കും ബുദ്ധിമണ്ഡലത്തിലും നടക്കത്തില്ല. ഇത് ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ദൈവം എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഇന്ന വ്യക്തിയെ കൊണ്ട് മാത്രമേ ഇത് സാധിപ്പിക്കത്തുള്ളൂ. ദൈവം ആ വ്യക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആരെടുത്ത് എവിടെയൊക്കെ ഓടി നടന്നാലും എവിടെയൊക്കെ പോയാലും ദൈവം ഒരു വ്യക്തിയുടെ മാത്രം വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ആ വ്യക്തിയുടെ മാത്രമായിരിക്കും, വേറെ ആർക്കും വെളിപ്പെടുത്തത്തില്ല. ആ ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്രത്യേകതയാണ്.
ആ ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, പറയാൻ പറ്റും. ആ ഒരു വ്യക്തിക്ക് മാത്രമേ ആർക്കും വെളിപ്പെടുത്താതെ ഒരു വ്യക്തിക്ക് മാത്രം വെളിപ്പെടുത്തണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ വ്യക്തിയോടുള്ള വാഗ്ദത്തമാണ്. ആ വ്യക്തിയുടെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് ആർക്കും വെളിപ്പെടുത്താതെ യോസേപ്പിന് മാത്രം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സ്വപ്നം രണ്ടും ഒന്ന് തന്നെ. വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച്, വരാൻ പോകുന്നതിനെ കുറിച്ച് അതാണ് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആമേ. വേഗം വായിച്ചോ. 7 നല്ല പശു, 7 നല്ല പശു, 7 സംവത്സരം. നോക്കിക്കോളാം. 7 പശു, 7 സംവത്സരം. നല്ല കതിരും, നല്ല കതിര്, 7 സംവത്സരം. 7 നല്ല പശു, 7 സംവത്സരം. 7 കതിര്, 7 സംവത്സരം. സ്വപ്നം ഒന്ന് തന്നെ, സ്വപ്നം ഒന്ന് തന്നെ. അവരുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപവുമായുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. നോക്കിക്കൊള്ളണം. ഒരു ഭാഗമായിട്ട് യോസേഫ് പറയുകയാണ്. ആമേ. എൻ്റെ സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞത് മാംസപുഷ്ടിയും ഗുണമുള്ള 7 പശു നിന്ന് കയറി വരുമ്പോൾ അവിടെ 7 സംവത്സരത്തെ കാണിക്കുകയാണ്. 7 നല്ല കതിര് 7 സംവത്സരത്തെ കാണിക്കുകയാണ്. എന്നാൽ ഇത് അടുത്ത് പറയുകയാണ്. ഓരോന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ സംവത്സരം പറയുന്ന അടുത്ത് പറഞ്ഞു സ്വപ്നം ഒന്ന് തന്നെ. അവരുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞതും വിരുവുമായുള്ള 7 പശു 7 കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു പതിവുള്ള 7 കതിരും 7 സംവത്സരവും അവ ക്ഷാമമുള്ളതും 7 സംവത്സരമാകുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി കട്ടിയായിരിക്കാം. ആമേ. ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ സ്വപ്നത്തിൻ്റെ അർത്ഥം ഒന്ന് ഇത്തിരി കട്ടിയാൽ പറയുമ്പോൾ അത് കട്ടിയായ ഭാഗമാണ്. ദൈവകൃപയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ദൈവം ചെയ്യാൻ ഭവിക്കുന്ന ഫറവോന് കാണിച്ചിരിക്കുന്ന ഇതാകുന്നു. ഞാൻ ഫറവോനോട് പറഞ്ഞത് മിസ്രയീം ദേശത്ത് അടുത്ത് പറയാ. അടുത്ത് ദൈവം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. വായിച്ചോ. ദൈവം ചെയ്യാൻ ഭവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഫറവോന് കാണിച്ചു കൊടുത്തു. ദൈവം ചെയ്യാൻ പോകുന്ന ദേശത്ത് അടുത്ത രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദൈവം അഡ്വാൻസ് ആയിട്ട് ഫറവോന് കാണിച്ചു കൊടുത്തു. വരാൻ പോകുന്നതിനെ കുറിച്ച്, വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വന്നിട്ടല്ല ദൈവം വരുന്നും വെച്ചത് കാണിച്ചു തരും. ദൈവ പൈതലേ, ദൈവം വന്നിട്ടല്ല കാണിക്കുന്നത്, വരുന്നും വെച്ചത് കാണിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്നതിനെ കുറിച്ച് ചില അനർത്ഥങ്ങൾ, ചില കഷ്ടതകൾ, ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ദൈവം അതിന് നമ്മെ അഡ്വാൻസ് ആയിട്ട് കാണിച്ചു തരും. നമ്മൾ അതിന് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉണർന്ന് പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവൻ അടുത്ത് ചെയ്യാൻ പോകുന്ന കാരണം രാജകൊട്ടാരത്തിന് കാരാഗ്രഹത്തിനകത്ത് ആരുണ്ടായിരുന്നു? യോസേഫ് ഉണ്ടായിരുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന ഫറവോന്റെ മേൽ മൊത്തം ആധിപത്യം കിടക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ വിളിക്കും? മുഖ്യമന്ത്രി വിളിക്കും. അടുത്ത നിങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി വിളിക്കും. ഒരു രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു അനർത്ഥം ഒരു രാജ്യത്ത് വരാൻ പോകുന്നതിനെ കുറിച്ച് ആ രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ളത് ആദ്യമേ 2 സ്വപ്നങ്ങൾ കാണിച്ചു കൊടുത്തു. വരാൻ പോകുന്നതിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് കാണിച്ചു കൊടുത്തു. വായിച്ചു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. അതാണ് ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരും. അടുത്ത പറയാണ് ഇതുവരെ കാണാത്ത 7 സംവത്സരം സുഭിക്ഷമായി, അത് സമർത്ഥമായ അനുഗ്രഹങ്ങൾ 7 സംവത്സരം വരുന്നു. അത് ബഹു സുഭിക്ഷമായ 7 സംവത്സരം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. 7 സംവത്സരം വരും. നോക്കിക്കോണം. ആദ്യം എന്ത് വരും? സമൃദ്ധി വരും. സമൃദ്ധി വന്നു കഴിഞ്ഞാൽ 7 സംവത്സരം സമൃദ്ധിയാണ്. സമൃദ്ധി വരുമ്പോൾ സമൃദ്ധിയിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ അനുഗ്രഹത്തിലെ സമൃദ്ധി എന്ന് വെച്ചാൽ അത്രത്തോളം നന്മ, അനുഗ്രഹങ്ങൾ 7 സംവത്സരം എന്ന് വെച്ചാൽ അത്രത്തോളം അനുഗ്രഹങ്ങൾ, നന്മകൾ വർദ്ധിക്കുന്ന 7 സംവത്സരങ്ങൾ വരുന്നുണ്ട്. സമൃദ്ധി ബഹു സുഭിക്ഷമായി 7 സംവത്സരം വരുന്നു. അത് കഴിഞ്ഞാൽ ക്ഷാമം. 7 അനുഗ്രഹം കഴിയുമ്പോൾ അതുപോലെ തന്നെ 7 സംവത്സരം. അപ്പോൾ മിസ്രയീം ദേശത്ത് സുഭിക്ഷിതമായൊക്കെയും
മറന്നുപോകും. ക്ഷാമത്തിലേക്ക് പോകുന്നുണ്ട്. 7 അനുഗ്രഹം വരുമ്പോൾ 7 കഷ്ടതയും വരുന്നുണ്ട്. 7 അനുഗ്രഹം വരുമ്പോൾ 7 കഷ്ടതയും വരുന്നുണ്ട്. ആമേ, മറക്കരുത്. 7 സംവത്സരം അനുഗ്രഹത്തിന്റെ വർഷമായി മാറുമ്പോൾ 7 വർഷം ആമേ ക്ഷാമത്തിലേക്ക് വരുന്നുണ്ട്. വായിച്ചു. അപ്പോൾ മിസ്രയീം ദേശത്ത് ആ സുഭിക്ഷിതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. നോക്കിക്കോളം, സമൃദ്ധിയുള്ള സമയത്ത് ആമേ മറ്റു ചിന്തിക്കത്തില്ല. പക്ഷെ ക്ഷാമം വരുമ്പോൾ നമ്മൾ കഴിച്ച അനുഗ്രഹത്തെ എന്ത് ചെയ്യും? മറന്നുപോകും. അനുഗ്രഹത്തെ മറന്നു പോകുന്നുണ്ട്. പിൻവരുന്ന ക്ഷാമം അതികഠിനം വരാൻ പോകുന്ന ക്ഷാമം എന്താണ്? അതികഠിനമായിരിക്കുന്നാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും. അറിയാതെ നോക്കണം. ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷതനം അറിയാതെ പോകും. എന്നാൽ ഇപ്പോൾ അറിയാതെ പോകുന്ന അനുഭവത്തിലേക്ക് ആമേ ഇപ്പോഴുള്ളതിനെക്കാട്ടിലും അറിയാതെ അനുഗ്രഹം വെള്ളുമ്പോൾ മറ്റത് ബുദ്ധിമുട്ടില്ല. പ്രയാസം വരുമ്പോൾ ആ കഷ്ടത മിസ്രയീം ദേശത്തിലെ മേൽ വരുമ്പോൾ അത് കഷ്ടതയിലേക്ക് മാറുന്നുണ്ട്. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായത് കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുന്നു. ദൈവം ഈ സ്വപ്നം കണ്ടത് എന്താണ്? വേഗത്തിൽ വരുത്താൻ പോകുന്നു ആകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനെ അന്വേഷിച്ചു മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. ഇത് ആര് പറയുന്നു? യോസേഫ് പറയാണ്. ഇതിന് ആര് വേണം? ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തുനിന്ന് മേലധികാരിയായി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്റെ മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിൽ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. നോക്കിക്കോണം. വരാൻ പോകുന്ന വിളവ് 7 സംവത്സരം വിളവ് ആമേ എത്ര 1000 മേനിയേറ്റ് വിളയും. ആ വിളവിലെല്ലാം 5 ശേഖരിക്കണം. വിളവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ശേഖരിച്ചു വെക്കണം. അനുഗ്രഹം 7 സംവത്സരത്തിലേക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുകയാണ്. ആ നന്മ ഒന്നും നഷ്ടപ്പെടരുത്. സകലതും ശേഖരിച്ചു വെക്കണം. എന്നാൽ പട്ടണങ്ങളിൽ അധീനതയുള്ള ധാന്യം അത്രയും മിസ്രയീം ദേശത്ത് കംപ്ലീറ്റും വരുവാൻ പോകുന്ന ക്ഷാമത്തെ 7 ദേശത്തിൽ അത് മാറ്റുവാൻ നീ ശേഖരിച്ചു വെക്കണം. ആമേ, അനുഗ്രഹം ദൈവം 7 സമൃദ്ധിയായിട്ട് വിളയുമ്പോൾ 7 സംവത്സരം സമൃദ്ധിയായിട്ട് വിളയുമ്പോൾ അതെല്ലാം ശേഖരിക്കണം. ഒന്നും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ 5 ആമേ എന്ത് ചെയ്യണം? അത്രത്തോളം ശേഖരിച്ച് നമ്മൾ അവിടെ സ്വരൂപിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ അത് 7 സംവത്സരത്തിലേക്ക് കഴിയുമ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ആമേ എന്താണ്? ക്ഷാമമാണ്. ക്ഷാമമുള്ള 7 സംവത്സരത്തിലേക്ക് സംഭരിച്ചു വെക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കത്തില്ല. ഈ വാക്ക് ഫറവോന് അവന്റെ സകല ഭൃത്യന്മാർക്ക് യോസഫ് പറഞ്ഞ ഈ കാര്യം യോസഫിനും ഭൃത്യന്മാർക്കും എല്ലാവർക്കും എന്ത് ചെയ്തു? ബോധിച്ചു. നല്ല ഒരു അറിവ്, നല്ലൊരു ജ്ഞാനം, ആമേ നല്ലൊരു ബുദ്ധി ആര് പറഞ്ഞു കൊടുത്തു? യോസഫ് രാജാവിന് പറഞ്ഞു കൊടുത്തു. ആമേ, ഹല്ലേലൂയ. ഇതാരാ പറയിച്ചത്? സ്വർഗത്തിലെ ദൈവം. മറക്കരുത്. യോസഫിനോട് സംസാരിച്ച ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. ദൈവാത്മാവ് യോസഫിനോട് സംസാരിച്ചപ്പോൾ ഇത് കൊള്ളാം, നല്ലൊരു ഐഡിയ, ബുദ്ധി. ആമേ, ഇത് നമുക്കിങ്ങനെ അടുത്ത് വരാൻ പോകുന്ന കഷ്ടത എങ്ങനെ ജയിക്കാം, ഇതാ ബുദ്ധി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശേഖരിച്ചു വെക്കണം. വായിച്ചോ. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. ഇനിയാണ് കാര്യത്തിലോട്ട് വരാൻ പോണത്.
ഇനിയാണ് തീയുടെ അനുഭവത്തിലോട്ട് വരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുള്ളത്? ദൈവാത്മാവുള്ള മനുഷ്യനെ, ആരാ? ദൈവാത്മാവുള്ള മനുഷ്യനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. മേലത് പറയട്ടെ, രാജാവ് പറഞ്ഞു, ഞാൻ പോലും വിവേകമില്ല. രാജാവിന് മുമ്പേ രാജാവിന് പോലും അറിവില്ലായിരുന്നു. അതുകൊണ്ട് ജ്ഞാനവും വിവേകവും പകർന്ന ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനെ കണ്ടപ്പോൾ ഇതുപോലെ വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ട് ഞാൻ ആരെ കണ്ടില്ല. അതുകൊണ്ട് നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സിംഹാസനത്തിൽ രാജാവ് എന്നുള്ള പേരേ ഉള്ളൂ, ഇനി ഭരിക്കണമല്ല യോസഫ് എവിടെ കൊണ്ടിരുന്നത്? യോസഫിന്റെ അവസ്ഥ എന്തായിരുന്നു? കാരാഗൃഹത്തിലോട്ട് പോയി. സഹോദരന്മാര് വലിച്ച പൊട്ടക്കുഴിയിലോട്ട് വലിച്ചിട്ട സമയത്തും അവിടെ നിന്ന് വലിച്ചു കയറ്റി മിസ്രൈമിലേക്ക് വിൽക്കുന്ന സമയത്തും ഫറവോന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഫറവോന്റെ ഭാര്യയുടെ കണ്ണ് യോസഫിന്റെ മേൽ വന്നപ്പോഴും അവിടെ നിന്നും വിട്ടോടി പാപം ചെയ്യാത്തത് കൊണ്ട് അവസാന കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും ഓരോ പ്രതികൂലത്തിന്റെ മധ്യേ കടന്നു പോകുമ്പോ പറയുകയാണ്, ദൈവം നിന്റെ കൂടെയുണ്ട്. ഒരു കഷ്ടതയിലൂടെ നീ കടന്നു പോകുമ്പോ, ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, ഒരു വേദന നടുവിലേക്ക് നീ കടന്നു പോകുമ്പോ, കുഞ്ഞെ, അനുഗ്രഹം ഉണ്ടോ? നിനക്ക് അനുഗ്രഹം കൂടുതലാണോ? കഷ്ടതയും കൂടുതലാണ്. അനുഗ്രഹം ഉള്ളവന് കഷ്ടതയും കൂടുതലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം കൂടുതലാണ്. നിങ്ങൾക്ക് പ്രയാസം ഒന്നുമില്ല, ഞങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിനക്ക് അനുഗ്രഹവുമില്ല. ആരെങ്കിലും വേദന കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ലോകത്ത് കേൾക്കുന്ന നിങ്ങളോട് പറയുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളെ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്ന ആ വ്യക്തിയാണെങ്കിൽ, അതിൽ ഒരാൾ നിങ്ങളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ആ വ്യക്തിയാണ്. നിങ്ങളെ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന അതില് 5 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ നിങ്ങളാണെങ്കിൽ, ആ സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്നത് ആ വ്യക്തിയാണെങ്കിൽ, ഇന്ന് ആത്മാവ് ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ആ കുടുംബത്തിനകത്ത് വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കരമടിച്ച് അത് ഏറ്റവും പറ, അത് ഞാനാണ് കർത്താവേ, ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടത സഹിക്കുന്ന ഞാനാ. റബനാധീന രഗരേ ശംദല ബൗഡവരാജപദീന രഗരേ അസ്തല ബൗഡവരാജപദീന രഗന അസ്തൽ പ്രൗഢവരാജപദീന രഗരേ ശംദൽ പ്രൗഢവരാജപദീന ഓ റിബബവ ശബലബലിഖമന അദന രഗരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രയാസങ്ങളും വേദനയൊക്കെ സഹിക്കുമ്പോ, ഒരു കഷ്ടത സഹിക്കുമ്പോ സഹിക്കുന്ന വ്യക്തി പറയും, ഇതൊക്കെ ഇവിടെ കൊണ്ട് തീരും. നമ്മളെ മനസ്സിലൊക്കെ ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെല്ലാം ഇവിടെ കൊണ്ട് തീരാൻ പോവുകയാണ്. നമ്മളെല്ലാം വെച്ച് കെട്ടി പൂട്ടുവിട്ട് താക്കോലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് കൊടുത്തിട്ട് പോകാൻ വേണ്ടി. നീ വെച്ച് കെട്ടി പൂട്ടി താക്കോല് മാറ്റി എടുക്കുന്ന സമയമായിരിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അടുത്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആമേ, ഒരു കഷ്ടതയിലൂടെ നീ കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, ദൈവപൈതലേ, കഷ്ടതയിലൂടെ നടന്ന് കയറിയാൽ നിന്നെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, ചിലപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കാം, അറിയാതെ ആയിരിക്കാം. കഷ്ടങ്ങൾ പല രീതിയിലുമുണ്ട്. അറിഞ്ഞു വെച്ചുകൊണ്ടുള്ളുണ്ട്, അറിയാതെ ഉണ്ട്. ദൈവ നിയോഗത്താൽ ഒരു കഷ്ടത സഹിച്ചാൽ എങ്ങനെയായിരിക്കണം? ദൈവ നിയോഗത്താൽ ഒരു കഷ്ടത സഹിച്ചാൽ, എന്നാൽ ഒറ്റപ്പെട്ട് ആരുമില്ല. യോസഫ് ഒറ്റപ്പെട്ടു,
സഹോദരങ്ങളില്ല, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞായിട്ടും ആരുമില്ല. അപ്പനുണ്ട്, അമ്മയുണ്ട്, എന്നാലും ആരുമില്ല. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ആരുമില്ലാത്ത അവസ്ഥയിൽ ഏകാന്ത അനുഭവിക്കുന്ന യോസഫിന്റെ അവസ്ഥ പറയും, എനിക്ക് 11 സഹോദരന്മാരുണ്ട്, ഒരപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ അപ്പൻ്റെ അടുക്കൽ തിന്നും കുടിച്ചും അപ്പൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് ഇന്ന് അടിമ വീട്ടില. എന്നെ അടിമ വീട്ടില. പറയും, ഇതെന്തൊരു ഗതികേട് അല്ലേ? നമ്മളാണെങ്കിൽ 1000 പ്രാവശ്യം മരിച്ചന്. പക്ഷെ യോസഫ് മരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിനകത്ത് വന്നിട്ടില്ല. ദൈവം കൊടുത്തിരിക്കുന്ന കാര്യം, ഏൽപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് അവിടെ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം. 39 എഴുതിയിട്ടുണ്ട്, ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോഴും നീ വേദന സഹിക്കുന്ന സമയത്തൊക്കെ ആര് നിന്റെ അടുത്തുമുണ്ട്? കർത്താവ് ദൈവമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഓടിയും ഒളിച്ചും കാരാഗ്രഹത്തിന്റെ അവസ്ഥ കിടന്ന സമയത്തും ജീവിതത്തിലേക്ക് പ്രയാസപ്പെട്ടു. എന്നാൽ ഇന്ന് രാജാവിൻ്റെ അടുത്ത് വരുമെന്നോ, രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമെന്നോ, അടുത്ത് മേലധികാരി ആകുമെന്നോ യോസഫ് വിചാരിച്ചോ? നിങ്ങൾ അടുത്തൊരു വലിയ നിലവാരത്തിലാകുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. രാഷ്ട്രപതി നിന്നും അടുത്ത രാഷ്ട്രപതി എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്? പട്ടം. രാഷ്ട്രപതി പട്ടം വാങ്ങിക്കാൻ ആർക്കെങ്കിലും, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ല. രാഷ്ട്രപതി എന്നൊരു അവാർഡ് വാങ്ങുവാൻ നിങ്ങൾ വിചാരിച്ചിട്ടില്ല, പക്ഷെ സ്വർഗം വിചാരിച്ചിട്ടുണ്ട്. ദൈവ പൈതലേ, ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാ. വേദനയിലൂടെയും ഒരു കഷ്ടതയിലൂടെയും ഇത് പറയുമ്പോൾ ഞാൻ പറയുന്നു, വേദനയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പുറുപുറുക്കരുത്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്, സ്വന്തമായിട്ട് കത്തിയെടുത്ത് കുത്തരുത്. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതനുഭവിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ഇന്ന് 10,000 ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങൾ സ്വയം കത്തിയെടുത്ത് കുത്തരുത്. നിന്റെ ഒരു കഷ്ടത നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണ്, നിന്റെ അടുത്ത നിലവാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നീ ഒരു കഷ്ടത സഹിക്കുന്നത്. നീ ആ കഷ്ടയുടെ നടുവിലും എൻ്റെ സഹോദരങ്ങളെല്ലാം നല്ല കട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, ഏസിക്കകത്ത് ഉറങ്ങുമ്പോൾ നിനക്ക് ഒരു പോലും ഇല്ലാതെ ഇരുട്ടിൻ്റെ അറയ്ക്കകത്ത് കിടക്ക പറയണം, ഇത് എൻ്റെ ഗതികേടുണ്ടെന്നല്ല, എൻ്റെ കഷ്ടത കൊണ്ടൊന്നുമല്ല, ഇതെൻ്റെ ജീവിതത്തിൽ പരീക്ഷണമാണ്, ഒരു പരീക്ഷയാണെന്ന് പറയണം. ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തെന്തിനാ? ഒരു രാജ്യത്തിന്റെ അധികാരിയാക്കുവാൻ വേണ്ടി. നീ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന രാജ്യത്തിന്റെ ഒരു അധികാരിയാക്കാൻ വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ പറയുകയാണ്, അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് അതിനനുസരിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും മാർക്കിടുന്ന ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ, എൻ്റെ ഇവിടുത്തെ മേലധികാരിയല്ല, ഇവിടുത്തെ രാജാവല്ല, സ്വർഗത്തിലെ രാജാവാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഓരോന്ന് എണ്ണി എണ്ണി മാർക്കിടുന്നത് എൻ്റെ സ്വർഗത്തിലെ അപ്പനാണ്. ഇപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമ്പോൾ കാരാഗ്രഹത്തിൽ പോകുമ്പോൾ പറഞ്ഞാൽ മതി, എനിക്ക് എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ ആവർത്തിച്ച് പറയുന്ന എപ്പോഴും പറയുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കുക, പലരും വിളിക്കും. ഒരു നിസ്സാരം ഒരു 500 രൂപയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം, സ്ഥലം പറഞ്ഞുതരാം, പേര് പറയത്തില്ല, മധ്യപ്രദേശിൽ നിന്ന്, ഞാനിപ്പോൾ കണ്ടിട്ടില്ല, അറിഞ്ഞില്ല, ഒരു നിസ്സാരം 500 രൂപയ്ക്ക്, പക്ഷേ എനിക്ക് 500 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. 500 രൂപ, നിസ്സാരം 500 രൂപ. 2 ദിവസം മുമ്പ് എന്നോട് അറിയാവുന്ന പ്രാർത്ഥിക്കുന്ന ഞാൻ വിളിക്കുന്ന വിശ്വാസികളാണ്. 500 രൂപ, അത്രയും എന്നുവെച്ചാൽ 30,000 രൂപ കുഞ്ഞിന് കോളേജ് അടയ്ക്കണം. ഇപ്പോഴൊരു എന്നുവെച്ചാൽ വീട് വാടക കൊടുക്കാൻ പറ്റുന്നില്ല, വേറെ വീട്ടിലാണ്, ഭക്ഷിക്കാൻ ആഹാരമില്ല, മാറി വന്ന് നിൽക്കുന്നു. എനിക്കിപ്പോൾ 500 രൂപ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ. നിസ്സാര 500 രൂപ. നമ്മൾ വിചാരിക്കും 100 എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഭാരപ്പെടണ്ട. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് കറക്റ്റ് ചെയ്യാം. ഇല്ല പക്ഷേ ഇനി ഇപ്പം 1 മണിക്കൂറിനകത്ത് കിട്ടിയേ പറ്റുള്ളൂ. ചിലവർ നിസ്സാര 500 രൂപയ്ക്ക് വേണ്ടി
എന്നുവെച്ചാൽ അത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 500 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരം 500 അല്ലേ. ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിരിക്കാം, അവർക്ക് വലിയ കാര്യമായിരിക്കാം. ചിലപ്പോൾ ഒരു 500 രൂപയ്ക്ക് വേണ്ടിയായിരിക്കും ശത്രു അവരെ ഒതുക്കുന്നത്. ചിലപ്പോൾ 500 രൂപയ്ക്ക് വേണ്ടി അവർ ജീവനെ വെല്ലുവിളിക്കുന്നത്. ദൈവ പൈതൽ ആ സെക്കൻഡിൽ പറയുന്നു, നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. ദൈവം നിന്റെ ജീവൻ ഒരിക്കലും മരിച്ചു കളയാമെന്ന് ഒരിക്കലും നിങ്ങൾ പറയും. നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങൾ എതിരായിട്ട് ഞാൻ മരിച്ചു കളയുമെന്ന് ഒരിക്കലും അയ്യോബൻ പറഞ്ഞിട്ടില്ല. എനിക്ക് മരിച്ചു കളയാ. ഭാര്യ പറഞ്ഞു, മനുഷ്യ നീ മരിച്ചു കളേ. ഒരു കഷ്ടത വരുമ്പോൾ എല്ലാവർക്കും പറയാം ഏറ്റവും എളുപ്പമാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ പറയും, അവർ വിദ്യാർത്ഥിനികളാണ്, ഞാൻ മരിച്ചു കളയാൻ പോകുന്നു. ഇത് കേൾക്കുന്ന തൊട്ട് പിശാചുണ്ട്, തൊട്ടടുത്ത് കേൾക്കുന്ന നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ദുഷ്ട പിശാചുണ്ട്. അതുകൊണ്ട് ഈ വാക്ക് പറയരുത്. മരിച്ചു കളയാം. ജീവൻ തന്നിരിക്കുന്ന ദൈവമാണ്. നമ്മൾ എത്ര നാൾ ജീവിക്കണമെന്നും ഏത് നിലവാരത്തിൽ പോകണമെന്നും നീ എവിടെയൊക്കെ സഞ്ചരിക്കണമെന്നും ഏത് പദവിയിൽ എത്തണമെന്നും ദൈവമാണ്. നിന്നെക്കുറിച്ച് നീ ജനിക്കും മുമ്പേ നിന്നെക്കുറിച്ച് വരച്ചാളെന്ന് തിട്ടപ്പെടുത്തിയ സ്വർഗത്തിൽ ദൈവത്തിനറിയാം നിന്നെ കൊണ്ടുവരും ഏത് നിലവാരത്തിൽ കൊണ്ടുവരണമെന്നും. ഹല്ലേലൂയ ദൈവമക്കളെ. അതുകൊണ്ട് മരിക്കണമെങ്കിൽ യോസഫ് എത്ര പ്രാവശ്യം മരിക്കണമായിരുന്നു? എത്ര പ്രാവശ്യം യോസഫ് മരിക്കണമായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു വാക്ക് ഇവിടെ ബൈബിൾ എഴുതി വെച്ചിട്ടില്ല. യോസഫിന് കൊടുത്ത കയ്പായ അനുഭവം, അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് കൊടുത്ത പാപം ചെയ്തില്ലെങ്കിലും ആ കൊടുത്ത കയ്പിനെ സ്തോത്രത്തോടെ കുടിക്കുവാൻ, ആ കയ്പിനെ സന്തോഷത്തോടെ കുടിക്കുവാൻ മനസ്സ് കർത്താവിന് വന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു കയ്പ് കുടിച്ചത് കൊണ്ടും നമ്മൾ കയ്പിൻ്റെ അനുഭവത്തിലൂടെ പോകണം. നമ്മളും കയ്പിൻ്റെ, നമുക്ക് എന്നും മധുരമായിരിക്കത്തില്ല, എന്നും സന്തോഷമായിരിക്കത്തില്ല. ബൈബിൾ പറയുന്നു സന്തോഷിക്കുവൻ. നമ്മൾ ഇന്ന് ചിരിക്കുമെങ്കിൽ നാളെ നമ്മളെ കുത്താൻ വേണ്ടി പിശാചുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പൊട്ടി ചിരിക്കുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. പറയും, നീ അങ്ങനെ ചിരിച്ച് സൂഹിക്കണ്ട, നിന്നെ കരയിക്കുള്ള വകുപ്പും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക. സന്തോഷിക്കണം പറയില്ല. നിങ്ങളെപ്പോഴും സന്തോഷിക്കണം, ആനന്ദിക്കണം, എല്ലാം വേണം. പക്ഷെ അത് പറയുമ്പോഴും ഒരു പ്രയാസവും ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ട്. എപ്പോഴും സന്തോഷവും മാത്രം ഇന്ന് ചിരിച്ചു നടന്നാൽ പോരാ, വേദനയും ഒരു സൈഡ് അനുഭവിക്കണം. വലം കൈയിൽ സന്തോഷമാണെങ്കിൽ ഇടം കൈയിലും ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ വലം കൈയിൽ സന്തോഷം അനുഭവിക്കണേ. നന്മ ഭക്ഷിക്കുമ്പോൾ തന്നെ ഇടം കൈയിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും. വലം കൈ കൊണ്ട് നന്മ എടുത്ത് കഴിക്കുമ്പോൾ ഇടം കൈയിൽ കഷ്ടത നമ്മൾ എടുക്കേണ്ടി വരും. അതൊരു മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മനുഷ്യന്റെ കൂടെയുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമായിരിക്കും ചിലവർ. എല്ലാവരെക്കാട്ടിലും വ്യത്യസ്തമാണ് യോസഫ്, എല്ലാവരെക്കാട്ടിലും വ്യത്യസ്തമാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു കഷ്ടത സഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇന്ന് പൂർണ്ണമായി ദൈവം പറയുന്നു, ഏറ്റവും കൂടുതൽ നീ ആ ദേശത്തിന്റെ മേൽ ഏറ്റവും വലിയ പ്രമാണിയായി ദൈവം മാറ്റാൻ പോകുകയാണ്. ഒരു അധികാരിയായിട്ട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദേശത്തിൽ ഒറ്റപ്പെട്ട് ഇത് കേൾക്കുമ്പോ ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഹോദരങ്ങൾക്കില്ലാത്ത ഒരു കഷ്ടത നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ വെച്ചും ദേശത്തിൽ വെച്ചും ആ രാജ്യത്തിൽ ഏറ്റവും മേലധികാരിയായി ദൈവം മാറ്റാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞ ദൂത് ഈ വചനമായിട്ട് സംഭവിക്കുന്നുണ്ട്. നിന്നെ മേലധികാരിയായിട്ട് ഈ കൈ ചൂണ്ടിരിക്കുന്ന ബെർണോട് പറയാണ്, നിന്നെ മേലധികാരിയായിട്ട് സ്വർഗത്തിലെ ദൈവം ചെന്നൈയുടെ പട്ടണത്തിലേക്ക് ദൈവാത്മാവ് മാറ്റുമെന്ന് ഒരു ദൂത് വിളിച്ചു പറയുന്നുണ്ട്. ശബന രഗന ധീന രഗന, നീ പിടിച്ചെടുത്തോ, ആത്മാവിനെ പിടിച്ചെടുത്തോ. നിന്റെ സ്ഥിതി മാറ്റുവാൻ, നിന്റെ നിലവാരങ്ങളെ മാറ്റുവാൻ അംഗീകരിക്കാത്തവർ അംഗീകരിക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അംഗീകരിക്കാത്തവര് ഇനി നീ പറയുന്നത് നടക്കൂ, നീ കൽപ്പിക്കുന്നത് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നലെ വരെയും നീ മറ്റൊരു വ്യക്തിയുടെ അധികാരത്തിയുടെ വ്യക്തിയുടെ മേൽ ദാസനായിട്ടുണ്ടെങ്കിൽ, നീ മറ്റൊരു വ്യക്തിയുടെ ദാസനായിട്ടുണ്ടെങ്കിൽ, നീ അവരിൽ മേൽ ദാസനായില്ല, രാജാവാക്കി ദൈവം മാറ്റുന്നുണ്ട്.
ഫറവോൻ പറഞ്ഞു, ഞാൻ അധികാരം കൊണ്ട് രാജാവാണെങ്കിലും പക്ഷേ അത് അധികാരം കൊണ്ട് പേരിലെ രാജാവുള്ളൂ. ഇവിടെ ദൈവം പറയുന്നു, നീ പേരിലല്ല പ്രവൃത്തിയിലെ രാജാവ്. നീ പ്രവർത്തിക്കാൻ പോകുന്നു. രാജാവാണെങ്കിൽ പ്രവർത്തിക്കും. ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഫറവോൻ ആരാ? ഡമ്മിയാൻ പോകുന്നു. ഫറവോൻ ഡമ്മിയാ, പ്രവർത്തിക്കാത്ത ഡമ്മിയാകുമ്പോ യോസേഫ് രാജ്യത്തിന്റെ പക്ഷിവകുപ്പത്തിന്റെ അവസ്ഥയിലേക്ക് ആ രാജ്യത്തിന്റെ അധികാരം ആരിൽ കൈമാറുന്നുണ്ട്? ദൈവം യോസേഫിനോട് കൈമാറുന്നുണ്ട്. അതാ ആര് പറഞ്ഞു, ഞാൻ അധികാരം കൊണ്ട് ഞാൻ രാജാവാണെങ്കിലും കാര്യത്തിൽ നീ ആ രാജാവ്. നിനക്കെല്ലാത്തിലും മേലധികാരിയാക്കി സ്വർഗത്തിലെ ദൈവം ഇവിടെ മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ചില ബദ്ധപ്പാട് സഹിക്കേണ്ടി വരും, ചില കഷ്ടത സഹിക്കേണ്ടി വരും, ചില ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും, മറ്റുള്ളവരെ തലകുനിക്കേണ്ടി വരും, മറ്റുള്ളവരെ കരയേണ്ടി വരും, നിലവിളിക്കേണ്ടി വരും. അനുഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്, ആ അവസ്ഥ ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. പറയുന്നു, ഇന്ന് നീ അനുഭവത്തിലേക്ക് പോകുമ്പോ ആ ബദ്ധപ്പാടിലേക്ക് പെടുമ്പോ പറ, നിന്റെ ദർശനം വലുതാണോ? നിന്റെ വിളി വലുതാണോ? നിന്റെ അനുഗ്രഹം വലുതാണ്. നിനക്ക് ദർശനം വലുതാണെങ്കിൽ നിന്റെ അനുഗ്രഹം വലുതാണ്. യോസേഫേ, നിന്റെ ദർശനം വലുതല്ലേ? നിന്റെ സ്വപ്നം വലുതല്ലേ? ഹല്ലേലൂയ. അനുഗ്രഹം വലുതാണ്. ദർശനമുള്ളവന് അനുഗ്രഹം വലുതാണ്. ദർശനം വലുതാണെങ്കിൽ ദൈവം അതിന്റെ മേൽ അനുഗ്രഹവും വലുത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി നടന്നിരിക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി നടക്കും. അപ്പോ ഇത് സഹോദരങ്ങളടുത്ത് പറഞ്ഞു 11 നക്ഷത്രങ്ങൾ അല്ലേ? അവസാനം എന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞ സ്വപ്നം 11 നക്ഷത്രങ്ങളും പിന്നെ ആദ്യം എന്താണ്? കറ്റകൾ വന്ന് നമസ്കരിക്കുന്ന ആദ്യ സ്വപ്നം. ഇതെല്ലാം പറഞ്ഞപ്പോ, കറ്റകളെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ കറ്റയും വേണ്ട, നക്ഷത്രവും വേണ്ട. അപ്പൊ എല്ലാം കൊണ്ട് കുഴിച്ചു മൂടാ. ഒട്ടക്കിണറ്റിന് മൂടിയവനെ അവസാനം വിറ്റു. 20 വെള്ളിക്കാശ് വിറ്റപ്പോ സഹോദരന്മാരാരും അറിഞ്ഞില്ല. ഇവന്റെ സ്വപ്നം കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നിനക്ക് പുറമേ വിൽക്കാനേ പറ്റുള്ളൂ, പക്ഷെ അകത്തുള്ള സ്വപ്നത്തെ ആർക്കും വിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് മനുഷ്യൻ സഹോദരങ്ങൾ വിൽക്കുന്നത് പുറമേ വിൽക്കും, പക്ഷെ അകത്തുള്ള സ്വപ്നത്തെ ആർക്കും വിൽക്കാൻ പറ്റത്തില്ല. അത് ദൈവം നിനക്ക് തന്നതാ. അത് ദൈവം നിനക്കെന്നാണ്. ഇത് ആർക്കും വിൽക്കാൻ പറ്റത്തില്ല. നിന്റെ ദർശനത്തെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം എന്താണ്? ഇത് തന്നത് ദൈവമാണ്, സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് സഹോദരന്മാർ പറഞ്ഞു, ഇതോടെ സ്വപ്നക്കാരന്റെ കാര്യം തീർന്നു. അപ്പൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക, ഇസ്രായേലിന്റെ അടുത്ത് പറയുക, നിന്റെ മകൻ മരിച്ചു, ഒരു ദുഷ്ടമൃഗം തിന്നു കഴിഞ്ഞു. അപ്പനും നിരാശയോടെ ദുഃഖത്തോടെ ഇരിക്കുന്നു. മകൻ നഷ്ടപ്പെട്ട വേദനയോടെ ഇരിക്കുമ്പോൾ തിരിച്ച് ഹല്ലേലൂയ പറയുന്നു, സഹോദരന്മാർ, അതോടെ അവന്റെ കാര്യം അവനെ കൊണ്ട് നമുക്കൊരു ശല്യവും ഇല്ല. അവൻ ചത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അവനെ ഈ രാജ്യത്ത് നാട് കടത്തി. അവനെ കൊണ്ട് ഇനി ശല്യമില്ല. ഒരു സ്വപ്നം അതോടെ തീർന്നു. കൊടുത്തത് സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് യോസേഫിന്റെ കൂടെ ഇരുന്ന ദൈവം. ആ സ്വപ്നത്തിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ഇന്ന് ഫറവോന്റെ സിംഹാസനത്തിലേക്ക് ദൈവം കയറ്റുന്നത്. സ്വപ്നമാണോ? നിന്നെ സിംഹാസനത്തിലേക്ക്, രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്തിന്റെ അധികാരത്തിലേക്ക്. ഹല്ലേലൂയ. ഫറവോൻ പറഞ്ഞു, വായിച്ചു, ഇതാ മിസ്രയീം ദേശമൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് അടുത്ത ചെയ്യണം. ഫറവോൻ തന്റെ കയ്യിൽ നിന്നും, വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല, തന്റെ കയ്യിൽ നിന്നും മുദ്ര, അധികാരത്തിന്റെ മുദ്രമോതിരം. സാധാരണ മോതിരമല്ല നിനക്ക് തരാൻ പോകുന്നത്, അധികാരത്തിന്റെ. നിങ്ങൾ മോതിരത്തെ അധികാരത്തിന്റെയാണ്, ശീല. പ്രൈസ് അധികാരത്തിന്റെ മോതിരമുദ്രം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടു. യോസേഫിന്റെ കയ്യിൽ ഒരു അധികാരവും ഇല്ലാതെ കാരാഗ്രഹത്തിൽ കിടന്നവൻ ഇതാ കയ്യിൽ കയറുന്നുണ്ട് അധികാരത്തിന്റെ മോതിരം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേഫിനോട് ഞാൻ ചോദിക്കണം, യോസേഫേ ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊന്നും പറയാനില്ല, ഇതെല്ലാം ദൈവം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറ്റിയതല്ല. യോസേഫ് പറയും, ഇതെല്ലാം ദൈവം കയറ്റിക്കൊണ്ടിരിക്കുക. എന്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവം കയറ്റിക്കൊണ്ടിരിക്കുക. ദൈവം നിന്നെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം പറഞ്ഞിട്ട.
ഒരു രാജ്യത്തിന്റെ അധികാരത്തിന്റെ മോതിരം കയറണമെങ്കിൽ, രാജാവിന്റെ കയ്യിൽ നിന്ന് ഊരണമെങ്കിൽ സ്വർഗം പറഞ്ഞിട്ട് അത് ചലിക്കത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒന്ന് കളയട്ട്, അതും എന്തുമാത്രം വേദനയും പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അധികാരമുള്ള മുദ്രമോതിരം രാജ്യത്തിന് തന്നെ ഊരിക്കൊടുക്കാൻ പോവുകയാണ്. അധികാരത്തിന്റെ കയ്യിൽ യോസഫിന്റെ കയ്യിലോട്ട് വരണമെങ്കിൽ നിന്റെ സ്വപ്നം വലുതായതുകൊണ്ടാണ്. ദൈവം പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ കയ്യിലൊരു നന്മ വരത്തില്ല. ഒരു അധികാരം വരണമെങ്കിൽ ദൈവം പറഞ്ഞു. നമ്മൾ എങ്ങനെയൊക്കെ മാറിയാലും എനിക്ക് പറ്റത്തില്ല, എനിക്കിത് വേണ്ട, മോശ പറഞ്ഞു ഞാൻ പോകത്തില്ല, എനിക്ക് പറ്റത്തില്ല, കുറവുള്ളവനാണ്, എനിക്ക് പറ്റത്തില്ല, തടിച്ചവൻ, നമ്മൾ കുറ്റം പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും നിന്നെ തന്നെ കൊണ്ട് പറ്റും. ഇന്ന് മാറി നിൽക്കാൻ പറയൂ. നീ മാറി 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 ദൈവത്തിന് പിടികൊടുക്കാതെ വഴുതി വഴുതി പോകുന്ന പറയും നിന്നെ കൊണ്ട് എന്നെ സാധിപ്പിക്കും. ദൈവം വരച്ചിട്ട മാറ്റത്തിൽ പറഞ്ഞേ സഹോദരിമാരെ, ദൈവം വരച്ചിട്ട, ദൈവം നിന്റെ മേൽ ഒരു വര വരച്ച് നെറുകേറിട്ട ആ വര മാറ്റുവാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനിയുള്ള ദിവസത്തിലേക്ക് പ്രതീക്ഷയോടെ കയറണം. ഇനിയുള്ള നാളുകളിൽ പ്രതീക്ഷയോടെ ഒരു അധികാരത്തിന്റെ മോതിരം നിന്റെ മേൽ വരുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇന്ന് നേരത്തെ ഇതറിയാം. ഇത് ഇന്ന് ഇവിടെ എടുക്കണമെന്ന്, ഇതിവിടെ ഇന്ന് പറയണമെന്ന് ദൈവം നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിരാശയോടെ പരാജയത്തോടെ കാരാഗ്രഹത്തിന്റെ വാതിൽ കിടക്കുമ്പോ അവിടെ നിന്നെ കാത്ത് എന്തിരിപ്പുണ്ട്? ഒരു അധികാരത്തിന്റെ മോതിരം ഇരിപ്പുണ്ട്. നിന്നെ കാത്ത് നീ വേദനിച്ച് എല്ലാവരും 4 നേരം തിന്നുമ്പോ നല്ല ആഹാരം കാരാഗ്രഹത്തിൽ കിട്ടില്ല, ഗോതമ്പുണ്ടായിരിക്കും. ചിലപ്പോൾ അതും കിട്ടത്തില്ല. ഇന്ന് പറയും ഇന്ന് ഗോതമ്പുണ്ടൊക്കെ മാറി പറഞ്ഞേ ചിക്കനും മട്ടനും ഇറച്ചിയൊക്കെയാണ്. പക്ഷെ അന്ന് കാലങ്ങളിൽ അന്നും അല്ല, കിട്ടിയാ കിട്ടിയില്ലെങ്കില്ല. ഹല്ലേലൂയ. ചിലപ്പോൾ തിന്നേനെ വേസ്റ്റൊക്കെ മരുന്നത്. ഹല്ലേലൂയ. നല്ലൊരു ഫുഡ് കിട്ടത്തില്ല അന്നത്തെ കാലങ്ങളിൽ. ഇന്ന് ജയിലിൽ കൊടുക്കണമെങ്കിൽ നല്ല ഫുഡ് കൊടുത്തില്ലെങ്കിൽ ജയിലിൽ കിടക്കൂല. ഇന്നത്തെ അവസ്ഥ വേറെ, പക്ഷെ അന്നത്തെ അവസ്ഥ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരാഗ്രഹത്തിൽ പോകുമ്പോൾ അത്രത്തോളം പട്ടിണിയും അത്രത്തോളം വേദനയും അത്രത്തോളം പ്രയാസവും അത്ര ഇരുട്ടിനകത്ത് സൂര്യനെ പോലും കാണാൻ കഴിയാതെ കുണ്ട്രയ്ക്കകത്ത് കിടക്കുന്നവന്റെ വേദന കുണ്ട്ര കിടന്നവന് മാത്രമേ അറിയാവൂ. ജോസഫിനോട് ചോദിക്കണം, ഞാൻ വെട്ടങ്ങടിൽ എത്ര ദിവസമായി, ഇപ്പോ ഇത്തിരി പ്രകാശം, ഞാൻ ഇത്തിരി ശ്വസിച്ചോട്ടെ. രാജാവേ, സ്വപ്നമൊക്കെ പറഞ്ഞു തന്നു, നിന്റെ അധികാരമൊക്കെ കൊള്ളാം, എനിക്കിത് രാജമോതിരമൊക്കെ തരുന്നുണ്ടല്ലോ, ഞാനിന്ന് ഇത്തിരി ശ്വാസം ഒന്ന് എടുത്തോട്ടെ, ഞാനിത്തിരി ഇതൊന്ന് കണ്ടോട്ടെ. കാര്യമെന്താണ്? 2 വർഷം ശത്രുവിനെ അടച്ചു മൂടി കാരാഗ്രഹ ബന്ധിച്ച അവസ്ഥയിൽ അവനെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതാ രാജമോതിരം ഊരി രാജാവ് തന്നെ, രാജാവ് നിന്റെ കയ്യിൽ രാജമോതിരം ഇടണമെങ്കിൽ ഇതാരും പറഞ്ഞിട്ടല്ല, ഭൃത്യന്മാര് പറഞ്ഞിട്ടല്ല, മന്ത്രി പറഞ്ഞിട്ടല്ല, ഇതാര് പറഞ്ഞിട്ടാ? സ്വർഗം പറഞ്ഞിട്ടാണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളുടെ എൻ്റെ അടുത്ത് വരും, ഞാൻ സ്വപ്നം വിവരിച്ചു കൊടുക്കും. യോസഫിന് വിവരിച്ചു കൊടുത്ത ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കയ്യുടെ മോതിരം ഊര് പറവൻ ഇരിക്കാൻ വയ്യ. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 500 ഉണ്ട്. ഇപ്പോൾ ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ പറയും, നീ കൊടു. മനസ്സിലാവുന്നുണ്ടോ? ചിലർ പറഞ്ഞാൽ പോലും കൊടുക്കൂല. പിന്നെ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ 500 കൊടുക്കണത് 1000 കൊടുത്താലേ ഉറക്കം കിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് കൊടുത്ത് വയ്ക്കുവാണല്ലോ. പ്രൈസ് ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ശ്വാസം മുട്ടലായിരിക്കും. ദൈവം പറഞ്ഞാൽ അത് ആര് ചെയ്തു? രാജമോതിരം ഊരി വായിച്ചോ, കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം, അവനെ നേർമയുള്ള, ഇന്നലെ വരെ നേർമയില്ലായിരുന്നു. ഇതാ ഇന്നലെ വരാൻ പോകുന്ന അനുഗ്രഹം, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ 2-ാം രഥത്തിൽ, ഒന്നാം രഥം കഴിഞ്ഞ 2-ാം രഥം, 1-ാം രഥമുണ്ട്, 2-ാം രഥമുണ്ട്. അടുത്ത സ്ഥാനത്തിലേക്ക് 2-ാം രഥത്തിലേക്ക് അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്താത്തവർ മുട്ടുകുത്താൻ പോവുകയാണ്. ഇന്നലെ വരെ നിന്നെ മുട്ടുകുത്തിക്കാൻ പോകുന്നവർ ഇതാ മുട്ടുകുത്താൻ പോണ്. അധികാരത്തിന്റെ വാക്ക്. പലരും പറഞ്ഞു നിന്നെ മുട്ടുകുത്തിക്കും,
നിന്നെ മുട്ടുകുത്തിക്കും. പറഞ്ഞവർക്ക് ഇതാ അടുത്ത പണി വരാൻ പോണം. നിന്നെ പലരും പറഞ്ഞു, നിന്നെ നോക്കി പറഞ്ഞു, നിന്നെ മുട്ടുകുത്തിപ്പിക്കും. മുട്ടുകുത്തിക്കെന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞു, നിന്റെ മുട്ട കുത്താൻ പോണത്. നമ്മൾ മുട്ടുകുത്തിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആമേൻ പറഞ്ഞാൽ മതി, സ്തോത്രം പറഞ്ഞാൽ മതി. നിന്റെ മുഖത്ത് നോക്കി പറയാണ്, നിന്റെ മുട്ടുകുത്തിപ്പിക്കും. ദൈവകൃപയുള്ള ദൈവമേനം പറയും, സ്തോത്രം, ആമേൻ. പറഞ്ഞ വാക്കിൽ അവര് കുടുങ്ങാൻ പോണു. മുട്ടുകുത്തിക്കാത്തവരെ സകല മുഴങ്കാലും ആമേ ഇന്നലെ വരെയും മുഴങ്കാൽ മടക്കാതെ നിന്നെ തകർക്കാൻ നിന്ന ശത്രുവിന്റെ മേൽ നിനക്കിപ്പോ എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. രാജസ്ഥാനത്തിലേക്ക് വരുമ്പോ മന്ത്രവാദിയെക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ എനിക്ക് രാജാവിൻ്റെ അടുത്തിരിക്കായിരുന്നു. നിന്റെ അവസ്ഥ നീ രാജാവിൻ്റെ അടുത്തല്ല, യാതെങ്കിലും ഓടയ്ക്കാത്തായിരിക്കും. വെളിപ്പെടുത്തവന് മാത്രമേ രണ്ടാം രഥത്തിൽ കയറത്തുള്ളൂ. ആമേ ആ അവസ്ഥ വരുമ്പോൾ അടുത്ത് പറയുന്നു, യോസഫിന് രഥത്തിലോട്ട് കയറ്റി പറഞ്ഞു, അവന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ. ഇന്നലെ വരെ നിന്നിച്ചടുത്ത് നിന്നെ ആമേ മറ്റുള്ളവരടുത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം പറയുന്നു, നിന്നെ മാനിക്കത്തക്കവണ്ണം മാന്യതയുടെ വസ്ത്രവും അധികാരത്തിന്റെ മേൽ അധികാരത്തിന്റെ മോതിരവും ആമേ കഴുത്തിൽ ആമേ സരപ്പളി മാലയോ കഴുത്തിലിട്ട് അംഗീകരിച്ച് ഫറവോന്റെ രണ്ടാം രഥത്തിൽ കയറ്റി ആമേ അവിടെ പറയുന്നു, എല്ലാവരും അവന്റെ മുമ്പിൽ മുട്ടുകുത്തുമേ. ഇനി യോസഫ് പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷോപ്പ് മാത്രമല്ല, ആഭ്യന്തരവും കയ്യിൽ വരുന്നുണ്ട്. യോസഫിന് പക്ഷവകുപ്പ് മാത്രമല്ല കൊടുക്കാൻ പോകുന്നത്, ആഭ്യന്തരം. അവന്റെ മുമ്പിൽ മുട്ടുകുത്തണമെങ്കിൽ ആഭ്യന്തരത്തിന്റെ അധികാരം യോസഫിന്റെ നെറുകയിൽ വന്ന് വീഴുന്നുണ്ട്. അത് പിടിച്ചെടുത്തത് കേൾക്കുന്ന പൈതൽ പറ, അത് എന്റെ മേൽ സംഭവിക്കട്ടെ. ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് അതിന്റെ നെറുകയിലേക്ക് അത് പിടിച്ചെടുക്കത്തെ വേണോ, അത് എടുത്തോ, സംഭവിക്കട്ടെ. ശബന രഗന ധീന രഗരെ വൈഡവ രംദല വൗഡവ രാജപദീന രഗരെ അസ്തല വൗഡവ രാജപദീന രഗര അദന രഗന ശംദല വൗഡവ രീഗവ രാജപദീന അസ്തൽ പ്രൗഡവ രാജപദീന. അനുഗ്രഹത്തിന്റെ പദവിയിലേക്ക്, അനുഗ്രഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ആമേ ആഭ്യന്തര നിന്റെ മേൽ ദൈവം ഇട്ട് തരുന്നുണ്ട്. അവന്റെ മുമ്പിൽ നീ നടന്നല്ല, അവൻ രഥത്തിലാ. ഇന്ന് വാടക വീടെടുത്തിട്ടുണ്ടെങ്കിൽ ബെൻസ് വണ്ടിയിൽ അടുത്ത് വരാൻ പോകുന്നത്, നിന്റെ രഥം മാറും. പിടിച്ചെടുത്തോളണം. വണ്ടി മാറുന്നുണ്ട്. വണ്ടി ഇല്ലാത്തവർക്ക് ആ ബെൻസ് വണ്ടി വരാൻ പോകുകയാണ്. ബെൻസ് വണ്ടി, അതിൻ്റെ മുമ്പിൽ ഒരു കൊടി കെട്ടിയിട്ടുണ്ട്. എവിടെന്നാ? രാജകൊട്ടാരത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോ ഈ അനുഗ്രഹം തലയിൽ വന്ന് വീഴുകയാണ്. ഇത് പറയുമ്പോ നിന്റെ തലയിലേക്ക് ദൈവം വന്ന് വീഴ്ത്തിയത് വെറുതെ അല്ല, ഇത് ദൈവം നിന്നോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാ അവന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ. മുട്ടുകുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ മുട്ടിനെ വെട്ടും. ചിലർ പറയും, ഞാൻ യോസഫിന്റെ മുമ്പിലൊന്നും, ഇത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമില്ല. മന്ത്രാദികൾ പറയും, മനസ്സിൽ പറയും, ഞാൻ അങ്ങനെയൊന്നും യോസഫിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തില്ല. ഇത് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ചില പറയും, മുട്ടുകുത്തിയില്ലെങ്കിൽ രാജകൽപ്പനയാണ്. എല്ലാ മുഴങ്കാലും ദൈവത്തിൽ മടങ്ങിയേ പറ്റുള്ളൂ, മടങ്ങാതെ പോകത്തില്ല. ഇവിടെ മടങ്ങിയേ പറ്റൂ നാൾ. ഇവിടെ ദൈവം, നിങ്ങൾ എവിടെ ആരും മുമ്പിൽ മുട്ടുകുത്തണം? ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. ദൈവമേ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ മുഴങ്കാൽ മടക്കിയാൽ ഒരു മനുഷ്യന്റെ മുമ്പിലും നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ആമേ എന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തില് മേലധികാരിയാക്കി. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി
പിന്നെ ഫറവോൻ യോസഫിനോട് ഞാൻ ഫറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. കൈ കൊടുത്ത് പറ, നീ പറയാതെ കയ്യോ കാലോ അനക്കാൻ പോകുന്നില്ല. കൈ കൊടു. അടുത്തിരിക്കണ പറ, നീ പറയാതെ കയ്യോ കാലോ അനക്കാൻ പോകുന്നില്ല. യോസഫേ, അധികാരം നിന്റെ മേൽ വരുന്നുണ്ട്. നിന്റെ മേൽ അധികാരം വരുമ്പോൾ ഫറവോൻ പറയുക, നീ പറഞ്ഞിട്ടല്ലാതെ. ആമേ. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടില് മഴയും മഞ്ഞും പെയ്യത്തില്ല. അതേ സ്വർഗത്തിലും ഏലിയ പറഞ്ഞു. അടുത്ത് ഫറവോൻ പറയാണ്, യോസഫേ, നീ പറഞ്ഞിട്ടല്ലാതെ കയ്യും കാലും അനങ്ങാൻ പോണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അതിന്റെ മേലൊരു അധികാരത്തിന്റെ പവർ യാതൊന്ന് കയ്യോ കാലോ അനങ്ങുകയില്ല എന്ന് പറഞ്ഞു. നീ പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം നീ പറഞ്ഞിട്ടില്ലാതെ ഒരു കാര്യം നടക്കൂല. ഇങ്ങനൊരു സൈൻ വേണമെങ്കിൽ, ഫറവോന്റെ സൈൻ വേണമെങ്കിൽ, ഇപ്പൊ എന്റെ സൈൻ വേണമെങ്കിൽ ആര് പറയണം? യോസഫ് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഫറവോൻ സൈൻ രാജാവ് സൈൻ ചെയ്യണമെങ്കിൽ യോസഫ് പറയണം ഇത് വേണോ വേണ്ടേന്ന്. അതാണ് നീ പറഞ്ഞിട്ടില്ലാതെ ഒരു കാര്യം കാലോ കൈ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും യോസഫ് പറയണം. ഏത് കാര്യത്തെ തീരുമാനം ആരെടുക്കണം? യോസഫ് എടുക്കണം. അത്രത്തോളം മേലത്തിന് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ആമേ. സകലത്തിന്റെ മേൽ അധികാരം കൽപ്പിച്ചു കൊടുക്കുന്ന ഫറവോൻ പറയുന്നു, ഇനി നിന്റെ മേല നീ പറഞ്ഞിട്ടല്ലാതെ കയ്യോ കാലോ അനങ്ങുകയില്ല എന്ന് പറഞ്ഞു. അടുത്ത് 45-ാമത്തെ വാക്യം. ഫറവോൻ യോസഫിന് സാപ്തപ്പനകൾ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. ഇത് ഒരു കല്യാണവും നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ അധികാരത്തിലോട്ട് വരുമ്പോൾ ഒരു നല്ലൊരു കല്യാണം. ആമേ. ഹല്ലേലൂയ. പേര് കേട്ട ആമേ പോത്തിഫറിന്റെ ആരായിരുന്നു? മകൾ ആസനെ എത്തിയ അവന് ഭാര്യയായിട്ട് കൊടുത്തു. പിന്നെ യോസഫ് ആവശ്യപ്പെട്ടൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ല. അമ്മ, എനിക്ക് കല്യാണം കഴിക്കണം. രാജാവേ, എനിക്ക് കല്യാണം കഴിക്കണം. നീ അധികാരമൊക്കെ തന്നല്ലോ. സമയമാകുമ്പോ കയ്യിൽ വന്ന് വീഴും. സമയമാകുമ്പോ വന്ന് വീഴും. ചോദിക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നാളെ കല്യാണം കഴിക്കണോ മറ്റൊന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് വെറളി പിടിക്കണ്ട. വയലിൽ കിടന്ന് കാള വെറളി പിടിക്കും പോലെ വെറളി പിടിക്കരുത്. സമയമാകുമ്പോൾ ദൈവം നടത്തിയിരിക്കും. സമയമാകുമ്പോൾ നടത്തിയിരിക്കും. എന്നോടത്ത് ഒരാൾ പറഞ്ഞു, മാമ, എനിക്കിപ്പോൾ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, മോളെ, എൻ്റെ കയ്യിൽ പയ്യന്മാരൊന്നും ഇല്ലല്ലോ, പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നില്ലല്ലോ. ഇതൊക്കെ ദൈവം തരണ്ടല്ലേ. നമ്മൾ എവിടെയെങ്കിലും ചാടിക്കാരൊക്കെ പോയാ പണി കിട്ടും. പണി കിട്ടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനൊരു കാത്തിരിപ്പുണ്ട്. നീ കാത്തിരുന്നാൽ ബൈബിൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിൽ അത്യന്തരമായി തരുന്ന ദൈവം. നീ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിൽ അത്യന്തരമായി നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം. എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണമെന്ന് എൻ്റെ അപ്പനറിയാം. എനിക്കിന്ന് എന്ത് വേണമെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അപ്പോൾ ഒരു നല്ലൊരു വിവാഹം ആര് നടത്തി കൊടുത്തു? ഫറവോൻ ആമേ പോത്തിഫറിന്റെ മകളെ ആമേ വിവാഹം ചെയ്തു. ഭാര്യയായിട്ട് അവർ കൊടുത്തു. അപ്പോൾ വിവാഹം നടത്തി കൊടുത്തു. രാജാവ് ഒന്ന് വിവാഹം നടത്തി കൊടുത്താൽ ആ വിവാഹം എന്തായിരിക്കും? രാജ കൊട്ടാരത്തിൽ. അപ്പോൾ രാജാവ് വന്നു ആമേ കുണ്ട്രയിൽ കിടന്നവനെ കുളിപ്പിച്ച് മുടിയും വെട്ടി നല്ല തുണിയും ഉടുപ്പിച്ച് രാജകൊട്ടാരത്തിലെ പെണ്ണും രാജകൊട്ടാരത്തിലെ കല്യാണവും. രാജകൊട്ടാരത്തിൽ കല്യാണം നടന്ന എന്തായിരിക്കും അവസ്ഥ? സൂചി കുത്താൻ വരെ നിൽക്കാൻ പറ്റും, അത്ര ജനം.
രാജഭോജനമാണ് ഇപ്പം കൊടുക്കുന്നത്. കല്യാണത്തിന് എന്താ കൊടുക്കുന്നത്? നിങ്ങൾ ഒരു ദോശയും ഒരു ചമ്മന്തിയും അല്ല, രണ്ട് കൂട്ടാനൊന്നുമില്ല. രാജഭോജനം, രാജ കല്യാണമെങ്കിൽ, രാജകീയ കല്യാണമാണെങ്കിൽ രാജഭോജനം വിളമ്പുന്നു രാജാവ്. നീ പറഞ്ഞിട്ടല്ല, ആദ്യമേ പറഞ്ഞിട്ടല്ല, ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്വർഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. നീ പറയുന്നതിനെക്കാട്ടിലും എന്ത് ചെയ്യണമെന്ന് നിനക്ക് വേണ്ടി ദൈവം നിനക്ക് വേണ്ടി ഒരു ഫറവോനെ ജോസഫിന് വേണ്ടി ഒരുക്കി, അല്ലേ? ഒരു കുടുംബമാക്കി കൊടുത്തു, വിവാഹം നടത്തി കൊടുത്തു, അവന് ഭാര്യയാക്കി കൊടുത്തു. പിന്നെ യോസഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. യോസഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോ അവന് 30 വയസ്സായിരുന്നു. യോസഫ് ഫറവോന്റെ അവന് 30 വയസ്സായിരുന്നു. ഫറവോന്റെ അടുത്ത് നിൽക്കുമ്പോ യോസഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരം ദേശം സമൃദ്ധിയായി വിളഞ്ഞു. സ്വപ്നം കണ്ടതുപോലെ സംഭവിക്കുകയാണ്. 7 സംവത്സരം സുഭിക്ഷമായി സമൃദ്ധിയായിട്ട് വിളയും. യോസഫ് അടങ്ങിയിരുന്നില്ല, സഞ്ചരിക്കാൻ തുടങ്ങി. സഞ്ചരിക്കണം, യാത്രകളുണ്ട്. മിസ്രയീം ദേശത്ത് യാത്ര കൊണ്ട് അധികാരം തരുമ്പോ ദൈവം നിന്നെ യാത്ര വാഹനങ്ങൾ കയറി സകലതും സഞ്ചരിക്കത്തക്കവണ്ണം സകലതും ഒരിടത്ത് ഇരുത്തത്തില്ല. ദൈവം ഒരിടത്ത് ഇരുത്തുന്ന ആളല്ല. അനുഗ്രഹം തരുമ്പോൾ നമ്മൾ ഓട്ടിക്കില്ലേ? പലയിടത്ത് ഓട്ടിക്കും, പല സ്ഥലത്ത് ഓട്ടിക്കും. അതുപോലെ മിസ്രയീം ദേശമൊക്കെയും സഞ്ചരിച്ചു. എന്നാൽ സുഭിക്ഷിതമായ 7 സംവത്സരം ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷത ഉണ്ടായി. 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ചു, പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തിലുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെയും എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിയില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. ക്ഷാമമാർന്ന് നല്ല കാലത്ത് 2 പുത്രന്മാർ ജനിച്ചു. നോക്കിക്കള, ധാന്യം എങ്ങനെയാ? കടൽക്കര പോലെ, കടൽ മണൽത്തരി പോലെ അനുഗ്രഹം കുമിഞ്ഞുകൂടി. അനുഗ്രഹം വർദ്ധി, ധാന്യം അത്രയും കുമിഞ്ഞുകൂടി. 7 സംവത്സരവും പട്ടണത്തിന് ചുറ്റുമുള്ള സകലത്തിന്റെ മേൽ ധാന്യം, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഗോഡൌണിലും സാധനം ശേഖരിച്ചു. അവസാനം അളക്കാൻ പറ്റാത്ത സാധനം തലയ്ക്ക് മേൽ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളിന് ഒരു 1000 പറ നെല്ലാണെങ്കിൽ എല്ലാ ദിവസവും 1000 പറയുകയാണെങ്കിൽ അവന് 10,000 പറയാം. സമൃദ്ധിയപ്പോ ഇത് വാങ്ങുവാൻ തുടങ്ങി. ആര്? യോസഫാണ് വാങ്ങുവാൻ തുടങ്ങി. എല്ലാ പട്ടണങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കലവറ ഉണ്ടായിരുന്നു. മുറിഞ്ഞ പാലത്തൊരു കലവറ, തമ്പാനൊരു കലവറ. ഓരോ സ്ഥലത്തു നിന്നാണ് തമ്പാനുള്ള ഒരു തിരുവനന്തപുരം മുറിഞ്ഞ കാലത്തുള്ളവർക്ക് വേണ്ടിയും ഒരു കലവറ പ്രത്യേക ശരിയാകുന്നുണ്ട്. ഇത് തുടങ്ങി 4 ചുറ്റും കംപ്ലീറ്റും എല്ലാ സ്ഥലങ്ങളിലും കലവറ ഉണ്ടായിരുന്നു. അല്ല, ഒരു സ്ഥലത്തല്ല കലവറ വെച്ചത്, എല്ലാ സ്ഥലങ്ങളിലും ഗോഡൌണുകൾ ഉണ്ടായി. സകലയിടത്തും ദൈവം ശേഖരിച്ച് അവസാനം അളക്കാൻ കഴിയാതെ സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഒന്ന് മാക്സിമം അളക്കാൻ കഴിയാതെ അളവ് നിർത്തി. ഇപ്പൊ അളവൊന്നുമില്ല, വാരി തട്ടിക്കോ, അളവ് കഴിഞ്ഞപ്പോ തട്ടിക്കോ പൈസ എടുത്തോ, കൂലി കൊടുക്കുകയാണ്. ചുമ്മാ ഇല്ല, സാധനം കൊണ്ട് അളക്കാൻ പറ്റുന്നില്ല, കുമിഞ്ഞുകൂടി. അവസാനം പറഞ്ഞു, ഉള്ളത് എടുത്തിരുത്താ. നമ്മളിതിന്റെ സാധനം കൊണ്ട് അവസാനം വിറ്റില്ലെങ്കിൽ പറയും, നിങ്ങൾ ഇത് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഉള്ളതാ. അത്രത്തോളം യോസഫിന്റെ തലയ്ക്ക് മേൽ വന്ന് കുമിഞ്ഞുകൂടി. അനുഗ്രഹം, നന്മ, ഭൗതികമായ നന്മകൾ സകല തലയ്ക്ക് മേൽ കുമിഞ്ഞുകൂടി. എന്നാൽ ഈ സമയത്ത് ക്ഷാമകാലം വരും മുമ്പേ 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും, നല്ല കാലം വരുമ്പോ പ്രസവിച്ചു 2 മകനെ കിട്ടി. എന്റെ സകല കഷ്ടതയും
എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. യോസഫ് പറയും, എന്റെ പിതൃഭവനം എന്നെ മറക്കുന്ന അനുഗ്രഹത്തിൽ വന്നപ്പോൾ എന്നെ മറക്കുമാറായി എന്ന് യോസഫ് പറഞ്ഞു യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവന് രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. മിസ്രയീം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള 7 സംവത്സരവും കഴിഞ്ഞപ്പോ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം. അടുത്ത യോസഫ് പറയുന്നത് പോലെ സ്വപ്നം എങ്ങനെ വ്യാഖ്യാനിച്ച് അതുപോലെ സംഭവിക്കുന്നു. 7 സംവത്സരം സമൃദ്ധി, 7 സംവത്സരം ക്ഷാമം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കണം. ഒരു കാര്യം പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത്. നിസ്സാരമായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയ്ക്ക് പെട്ടെന്ന് വന്നോ? പെട്ടെന്ന് വരും. പറയുന്നത് ആരാ? ദൈവം വെളിപ്പെടുത്തിയ കാര്യം അതുപോലെ സംഭവിച്ചു. 7 സംവത്സരം അനുഗ്രഹമായപ്പോൾ അടുത്ത് 7 സംവത്സരം വായിച്ചോ. കഴിഞ്ഞപ്പോ യോസഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമം ഉണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്ത് എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും. മറ്റുള്ള സ്ഥലങ്ങളിൽ പട്ടിണിയായപ്പോൾ മിസ്രയീം ദേശത്ത് മാത്രം ആഹാരമുണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെയും നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലുവിൻ, അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ. ഇപ്പോൾ ക്ഷാമം മിസ്രയീമിൽ അവിടെ മാത്രമല്ല, മിസ്രയീമിൽ ധാന്യം കൊടുത്തവർക്ക് സാധനമില്ല, കുറെയൊക്കെ ശേഖരിച്ചു വെച്ചു. മിസ്രയീമിലുള്ളവർക്കും ദാരിദ്ര്യം പിടിച്ചു. ഇപ്പൊ ആരെ പക്കല് സാധനമുണ്ട്? യോസഫിന്റെ അടുത്ത്. നിന്റെ കയ്യിലേക്ക് ദൈവം തരുന്നുണ്ട്. നിന്റെ ദേശം നിന്റെ കയ്യിൽ തരുന്നുണ്ട്. മിസ്രയീം ദേശം യോസഫേ, നിന്റെ കയ്യിലേക്ക് രാജ്യത്തെ ദൈവം തരുന്നുണ്ട്. മിസ്രയീമിൽ മൊത്തവും അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ധാന്യമെല്ലാം തീർന്നു. ക്ഷാമമാണ്. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, മാസമായി മാക്സിമം എല്ലാം തീർന്നു. ജനമെല്ലാം ആരോട് നിലവിളിച്ചു? ഫറവോന് നിലവിളിച്ചു. മനുഷ്യനോട് നിലവിളിച്ചത് കൊണ്ടാണ് അടുത്ത് ഫറവോൻ പറഞ്ഞ് ഒരു ദൈവ പൈതൽ എൻ്റെ അകത്തുണ്ട്, അത് എൻ്റെ ഭാവനയാണ്, എനിക്ക് ദൈവകൃപയുള്ളവൻ എൻ്റെ കൂടെ ഉണ്ട്, നീ അവനെടുത്ത് പറയണം. പക്ഷെ ആ കഷ്ടത വന്ന സമയത്ത് എൻ്റെ കർത്താവേന്ന് നിലവിളിച്ചിരുന്ന ദൈവം അത്ഭുതം ചെയ്യുമായിരുന്നു. ഇന്ന് പ്രശ്നം വരുമ്പോൾ കൊണ്ട് ഓടും. ഞായറാഴ്ച ഒന്നുമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന് കിട്ടും വീട്. മനുഷ്യനിൽ നീ ആശ്രയിച്ചാൽ, മനുഷ്യന്റെ പിന്നാലെ പോയാൽ നിനക്ക് എപ്പോഴും എന്താണ്? ഒരു പരാജയമായിരിക്കും. ഫറവോനോട് നിലവിളിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? യോസഫാണ്. യോസഫിന്റെ അടുത്തേക്ക് പോ. എന്നാൽ യോസഫിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. വായിച്ചോ. അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. പ്രശ്നം കൂടിയ സമയത്ത് തുറക്കാത്ത ഗോഡൌണൊക്കെ പാണ്ഡികശാലകളെല്ലാം തുറന്നു. മിസ്രയീമ്യർക്ക് വിളിച്ചവർക്ക് എല്ലാവർക്കും ധാന്യം കൊടുത്തു. ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്ത് കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കൽ വന്നു. നോക്കണം, ക്ഷാമം കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൈക്കൊള്ളുവാൻ മിസ്രയീമിൽ യോസഫിന്റെ അടുക്കിലേക്ക് വന്നു. നോക്കണം, മഴയില്ല. മഴ മാറുമ്പോൾ മനസ്സിലാക്കണം, ഒരു ക്ഷാമം വരാൻ പോകുന്നുണ്ട്. മഴയില്ലെങ്കിൽ വിതയില്ല, കൊയ്ത്തില്ല. മഴയില്ലെങ്കിൽ സകലം നഷ്ടപ്പെടും. വൃക്ഷങ്ങളെല്ലാം കരിയും, പുഴകളെല്ലാം വറ്റും, മീനുകളെല്ലാം ചാകും. അവസാനം
കുടിക്കുവാൻ വെള്ളമില്ല. മനുഷ്യൻ നെട്ടോട്ടമോടും. ഒരു ക്ഷാമത്തെ കാണിക്കുന്നു, ഒരു കഷ്ടതയെ കാണിക്കുന്നു. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എന്തൊരു മഴ, ഇതെന്തൊരു മഴ, മുടിഞ്ഞ മഴ, എങ്ങനത്തെ മഴ. ഒരിക്കലും മഴയെ പ്രാവരുത്, പണി കിട്ടിപ്പോ. ഹല്ലേലൂയ. മഴ നിന്റെ അനുഗ്രഹത്തെ, മഴ അനുഗ്രഹത്തിന് പറയും. കർത്താവേ മഴയ്ക്ക് മഴ വേണം. ചിലർ മഴയെക്കുറിച്ച് നിന്ന് പ്രാവും. ഇങ്ങനെ പറയും, ഞാൻ ഉടുക്കാനിട്ടിരുന്ന റേഷൻ കടയിലെ റേഷൻ ചാക്ക് ഉണങ്ങണില്ല. ദൈവം പറഞ്ഞോ നിന്റെ റേഷൻ ചാക്ക് എടുത്ത് ഉടുക്കാൻ? മഴ പെയ്യുമ്പോൾ നിന്ന് പ്രാവുന്നവരോട് പറയുക, ക്ഷാമം വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം പോലും കിട്ടൂല. പ്രാർത്ഥിക്കുമ്പോൾ മഴയ്ക്ക് മഴ വേണം കർത്താവേ, എല്ലാ അളവിന് വേണം, ഓവറാൻ പാടില്ല. ഇവിടെ മഴ നിന്ന് പോയി. എത്ര 1-2 ദിവസമല്ല, ഇവിടെ 3 മാസം മഴ നിന്ന സമയത്ത് ഊതാൻ തുടങ്ങി അല്ലേ. വിദേശ രാജ്യത്ത് കുവൈറ്റിൽ തീ പിടിച്ചു. AC ഉണ്ടെങ്കിലും ഒരു പരിധി വരെ അതൊക്കെ തീ പിടിക്കാൻ സാധ്യതയാണ്. ഒരേ കണക്ക് നിന്ന് കഴിഞ്ഞാൽ ചൂട് പിടിച്ച് മിഷനൊക്കെ തീ പിടിക്കും. മഴ പെയ്യുമ്പോൾ അനുഗ്രഹം നന്മയാ. അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് ഒരിക്കലും നമ്മൾ കഷ്ടത എന്ന് പറയത്തില്ല, അനുഗ്രഹം എന്ന് പറയും, സമൃദ്ധിയിലേക്ക് എന്ന് പറയും. എന്നാൽ കഠിനമായ ക്ഷാമം എന്ന് പറയുന്നത് വരൾച്ചയെ കാണിക്കുന്നുണ്ട്, കഷ്ടതയെ കാണിക്കുന്നുണ്ട്, മരുഭൂമിയെ കാണിക്കുന്നുണ്ട്, പട്ടിണിയെ കാണിക്കുന്നുണ്ട്. ക്ഷാമം വന്നാൽ മരണത്തെയാണ് കാണിക്കുന്നത്. വനങ്ങളില് അല്ലെ വെള്ളമില്ലാതെ മൃഗങ്ങളെല്ലാം ഇറങ്ങും, മനുഷ്യനെ പിടിച്ചു തിന്നാൻ വേണ്ടി വരും. മനുഷ്യനെ തിന്നുന്ന കാലം, ആമേ ഹല്ലേലൂയ, വരുന്ന ആളുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ പുഴുങ്ങി തിന്നുന്ന കാലങ്ങളൊക്കെ ഉണ്ട്. ക്ഷാമം, അതികഠിനമായ ക്ഷാമത്തെ കർത്താവിന്റെ വരവുമ്പിൽ വിളിച്ച് പറയുന്നുണ്ട്. ഒരു ക്ഷാമം വരുന്നുണ്ട്. അതുകൊണ്ട് ക്ഷാമം വരുന്നുമ്പേ, ക്ഷാമത്തിലിരിക്കുമ്പോ നല്ല സമയത്ത് പ്രാർത്ഥിച്ചും ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെട്ടോ, നിന്നെ ക്ഷാമ കഷ്ടകാലത്തും ക്ഷാമത്തോടെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാ പറയുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്തുള്ളപ്പോൾ തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് 10 വിതച്ചാൽ ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത് 100 മീനിയായിട്ട് കഴിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചും ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിച്ചും ആമെ നിസ്സാരമായിട്ട് കാണാതെ എല്ലാവരും ആമെ മറ്റൊരിടത്തു നിന്ന് കഴിക്കുമ്പോൾ ആ കൂട്ടത്തിലല്ല, പക്ഷെ മറ്റുള്ളവരെ നോക്കിയല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന അടുത്ത് നീ നിന്നുകൊണ്ട് ദൈവ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് നിന്നെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ കൊടുക്കുമെങ്കിൽ ദൈവം നിന്നെ പുലർത്തുവാണ്ട വരും. വ്യക്തികളെ നോക്കരുത്, അടുത്തുള്ളവരെ നോക്കരുത്. അനുഗ്രഹത്തിന് പറയുകയാണ്, അടുത്തിരിക്കുന്ന വ്യക്തി ആരെയും നോക്കരുത്. യോസഫ് ആരെയും നോക്കിയില്ല. ഏത് സ്ഥലത്ത് കൊണ്ടിട്ടാൽ അവിടെ കിടക്കും. ചുമ്മാ കിടക്കണല്ല, യോസഫ് പ്രാർത്ഥനയോടെ ആയിരുന്നു. ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാലേ കൂടെ ഇരിക്കൂ. ബൈബിൾ പറയുന്നുണ്ട്, യോസഫിന്റെ കൂടെ ദൈവം കൂടെ ഇരുന്നു. അല്ല ദൈവം കൊണ്ടിട്ട് കാരാഗ്രഹത്തിൽ ഇട്ടപ്പോ യോസഫ് പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം, തരണം തിന്നുകൊണ്ട് കിടക്കാം എന്നല്ല. ഈ അവസരം പ്രാർത്ഥനയ്ക്കാണ്ടി വിനിയോഗിച്ചു. ഒരു ഏകാന്തത നിനക്ക് വേണ്ടി ഒരുക്കി തരുമ്പോ, അല്ലെ ഒരു ഏകാന്തത, ഒറ്റപ്പെടൽ, ഒരു കാരാഗ്രഹം ദൈവം തരുന്നത് എന്തിനു വേണ്ടി അറിയാമോ? ദൈവം നിന്നോട് ചില കൈമാറാനുണ്ട്, ചില ദർശനങ്ങൾ തരാനുണ്ട്, ചില ദർശനങ്ങൾ വെളിപ്പാട് നിനക്ക് തരാനുണ്ട്. നിന്നെ അടുത്ത നിലവാരത്തിൽ കൊണ്ടുവരുവാനാണ്. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ആമേ ഹല്ലേലൂയ. എന്നാൽ ആ കഷ്ടയുടെ നടുവിലും ക്ഷാമം, നല്ല കാലത്തിരിക്കുമ്പോൾ കഷ്ടത ആരും ഓർക്കാറില്ല. സമൃദ്ധിയിലിരിക്കുമ്പോൾ ആരും കഷ്ടതയെക്കുറിച്ച് ഓർക്കാറില്ല. പക്ഷേ കഷ്ടത ഇരിക്കുമ്പോൾ കഷ്ടതയെക്കുറിച്ച് ഓർക്കൂ. കഴിഞ്ഞ നാൾ തിന്ന ചിക്കനും മട്ടനൊന്നും ഓർക്കാറില്ല. പല്ലിനിടെ കിടന്ന അയ്യോ വേദന, അവിടെ വേദന, ഇതൊന്നും ഓർക്കാറില്ല. ക്ഷാമം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ നമ്മൾ പറയും, ഇപ്പൊ നമുക്ക് എന്താ കഷ്ടത, ഇപ്പൊ എത്രയാണ് വേദന, അയ്യോ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഇതിനെക്കാട്ടിലും മരിക്കുന്നതാണ് നല്ലത്. എന്ത് പറഞ്ഞാലും അവസാനം മരണത്തിനാണ് കൊണ്ടിടുന്നത്. എളുപ്പം അവസാനം പറഞ്ഞ് ചുറ്റി പിടിക്കുന്ന ഏറ്റവും വലിയ എളുപ്പം മരിച്ചു കളയാം. അങ്ങനെയുള്ളവരോട് ഞാൻ വീണ്ടും പറയുന്നു, മരിക്കാന്ന് പറഞ്ഞ് നീ ചെന്ന് ചാടിയാൽ, നീ കയറെടുത്ത് ചാടിയാൽ കയർ നിന്നെയും കൊണ്ടുപോകും. ആമേ. ഇവിടെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് രക്ഷപ്പെട്ടത് രക്ഷപ്പെടില്ല. നിങ്ങൾ ഇവിടെ വെച്ച് മരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല മക്കളെ. ഇത് പാതാളത്തിലും അവിടെ ഇവിടെ എത്താതെ അടുക്കൊരു ഭാഗമുണ്ട്.
അവിടെ എന്ത് ചെയ്യുന്നോ, ചിക്കൻ ഡ്രില്ല് ചെയ്യുന്നത് പോലെ വെള്ള പരിപാടിയുണ്ട്, കമ്പി പഴിപ്പിച്ച്. ചിക്കൻ ഡ്രില്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കറക്കി 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 വിടുന്നത് നല്ല സുഖമായിരിക്കും. അത് വേണമോ? ക്ഷാമകാലത്ത് കഷ്ടയുടെ നടുവിൽ ഞാൻ നിന്നുകൊണ്ട് അത് പറയുന്നത്, ദൈവം തന്ന പരീക്ഷയെ ജയിക്കുവാൻ ഒരു പരീക്ഷ ഉണ്ട്. ഒരു കഷ്ടത ചെറുതല്ല. വാക്തത്വമുള്ളവന് കഷ്ടത കൂടും, അധികാരത്തിൽ വരുമ്പോൾ കഷ്ടത കൂടും. ആമേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അയ്യോ എനിക്ക് ഇതിനൊന്നും യോഗ്യത ഇല്ല, യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം കൊണ്ടുവരുന്നത്. പറയുന്നവർ പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം യോഗ്യതരാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് വേണ്ട. താഴ്ത്തി കൊടുക്കുന്നവനാ ദൈവത്തിന് വേണ്ടത്. ഇന്ന് പല അണ്ണന്മാരും അല്ലേ യോഗ്യതമാർ, ഞങ്ങൾ യോഗ്യന്മാരാ, വിദ്യാഭ്യാസത്തിന് എല്ലാം യോഗ്യന്മാരാ. അത് ദൈവത്തിന് വേണ്ട. ദൈവം എവിടെ തെരഞ്ഞെടുക്കുന്നത് യോഗ്യത കുറച്ചാ, താഴ്ത്തി കൊടുക്കുന്നവനാ ദൈവത്തിന് വേണ്ടത്. ആമേ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ പണമോ ആമേ കുലമോ ജാതിയോ മതമല്ല, നിന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ, ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവ കാരാഗ്രഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ ഉയർത്തിക്കൊണ്ടുവരും. ആമേ കഷ്ടകാലത്തും ക്ഷാമത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു കഷ്ടകാലം ആമേ യോസേപ്പിന് ഒരു കഷ്ടകാല കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. അവസാനം പറഞ്ഞു, ഞാൻ അനുഭവിച്ച വേദനയും പ്രയാസവും മിസ്രൈം ദേശം അനുഭവിക്കാൻ പോവുകയാണ്. ആ കഷ്ടകാലത്ത് നീ ആരാണ്? ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അധികാരം നിന്റെ മേലിരിക്കുമ്പോ ഇപ്പൊ ജനമെല്ലാം ജോസഫിനോട് വിളിക്കുന്നു. ഇപ്പൊ ചുമ്മാ അല്ല, യോസഫ് മാക്സിമം ആക്കിയാണ്. അതിനുള്ള നന്മ കൊടുത്ത്, പണം കൊടുത്ത്, സ്വർണം വെള്ളി ഇതെല്ലാം സുഗന്ധ എല്ലാ സാധനങ്ങളും കൊടുത്താ വാങ്ങുന്നത്, ചുമ്മാ കൊടുക്കൂല. യോസഫ് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട, രാജ്യത്തിന് ശേഖരിക്കേണ്ട പറവോന് നഷ്ടം വരാത്ത രീതിയിൽ ആമേ വിശ്വസ്തയോടെ നിന്നു. നീ പറവോന്റെ അടുത്ത് വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നീ ദൈവത്തിന്റെ സ്ഥലത്ത് വിശ്വസ്തനായിരിക്കണം. നീ ദൈവത്തിന്റെ സ്ഥലത്ത് വിശ്വസ്തനാണെങ്കിൽ നീ ആക്കി വെച്ചിരുന്ന സ്ഥലത്ത് വിശ്വസ്തനായിരിക്കും. ആമേ ഇത് പലവരും നിന്നെ വലിച്ചു തള്ളിടുവാൻ, നിന്നെ കുറ്റപ്പെടുത്തുവാൻ, നിന്നെ കളങ്കപ്പെടുത്താൻ നോക്കുമ്പോൾ നീ ദൈവത്തിന്റെ സ്ഥലത്ത് വിശ്വസ്തനാണെങ്കിൽ പോകുന്നിടത്ത് വിശ്വസ്തനായിരിക്കും. സൂക്ഷിക്കണം. ചതിക്കുവാൻ നോക്കും, നിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യുവാൻ, നിന്റെ വിശ്വസ്തയെ നഷ്ടപ്പെടുത്തുവാൻ ശത്രു നല്ലപോലെ നോക്കും. വിട്ടുകൊടുക്കരുത്. ദൈവത്തോട് എത്രത്തോളം വിശ്വസ്ത പുലർത്തുന്നുണ്ടോ നീ ദൈവത്തോട് നിന്റെ ദൈവത്തോട് എത്രത്തോളം വിശ്വസ്ത പുലർത്തുന്നുണ്ടോ നിന്റെ ജീവിതത്തിലും അത് വിശ്വസ്തയായി മാറുന്നുണ്ട്, അത് അംഗീകാരമായി മാറുന്നുണ്ട്, അത് പദവിയായിട്ട് മാറുന്നുണ്ട്. അത് നിന്റെ മേൽ വരുന്ന അംഗീകാരമായിട്ട് രാജ പദവിയിലേക്ക് ദൈവം നിന്നെ മാറ്റുന്നുണ്ട്. ഇന്ന് മിസ്രൈം ജനം നിലവിളിക്കുന്നുണ്ട്. ഫറവോനോട് നിലവിളിക്കുമ്പോ ഇന്ന് വിളി തിരിയുന്നുണ്ട്. ഫറവോന്റെ നിലവിളി യോസഫിനോട് വിളിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും യോസഫിന്റെ മുമ്പിൽ തൊഴുകൈയായി നിൽക്കുന്നുണ്ട്. ഇത് കാരണം എന്തറിയുമോ? യോസഫിന്റെ ദർശനം വലുതായതുകൊണ്ട്. ചന്ദ്രനും സൂര്യനും 11 നക്ഷത്രങ്ങൾ നമസ്കരിക്കും, കറ്റകൾ നമസ്കരിക്കും. ഇതാ എല്ലാ മിസ്രൈമ്യരും നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തറവാട്ടിലോട്ട് ഇത് പോകുന്നുണ്ട്, ഇത് കുടുംബത്തിലോട്ട് പോകുന്നുണ്ട്. യോസഫേ, നിന്റെ ദർശനം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു മിസ്രൈം ദേശം മുഴുവനും നിന്റെ മുമ്പിൽ നിന്ന് ആമെ കൈകൂപ്പുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബക്കാരെ ദൈവം കൊണ്ടുവരും. നിന്റെ മുമ്പിൽ നിന്റെ കുടുംബക്കാരെ ദൈവം ഒരുക്കുന്നുണ്ട്. നിന്റെ കുടുംബക്കാരെ ദൈവം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആമെ ക്ഷാമം ദേശം മുഴുവനും വ്യാപരിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഒരേ ഒരു കാര്യം മാത്രമേ അറിയാവൂ, ഈ ആഹാരം മിസ്രൈമിൽ മാത്രമേ ഉള്ളൂ. മിസ്രൈമിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും യോസഫിന്റെ അടുത്ത് പോ. ഇന്ന് യോസഫിനെ മാത്രമേ എല്ലാവർക്കും അറിയാം. ഫറവോന്റെ പേര് പോകുന്നു അല്ലേ, യോസഫിനെ മാത്രം അറിയുന്നുണ്ട്. ഇപ്പൊ രാജാവ് ആരാ? യോസഫാ രാജാവ്. ആമേ, നിങ്ങളെ കയ്യിൽ 10 പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 കോടി അല്ലെങ്കിൽ 50 കോടി ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ പറയും ഞാൻ രാജാവാണ്. ലോകത്തിന്റെ സകല സമ്പത്ത് കൈ തന്നാലോ ഈ ലോകത്തിന്റെ അധിപതി എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെയാണ് യോസഫ് ഇതാ സകലത്തിന്റെ മേൽ അധികാരത്തിന്റെ മേലും ആമേ സകലത്തിന് പട്ടിണി മാറ്റുവാൻ ദൈവം യോസഫിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. മറ്റുള്ളവരെ പോഷിപ്പിക്കുവാൻ ആമേ, ഇന്ന് മറ്റുള്ളവരെ പോഷിപ്പിക്കുവാൻ നിന്നെ പരിഹസിച്ചെടുത്ത് തള്ളിയെടുത്ത് ദൈവം മറ്റുള്ളവരെ മുമ്പിൽ കുറ്റക്കാരനെടുത്തതാ പറയുന്നു, നീ നീതിമാനാണ്. യേശുവിനെ ക്രൂശ സമയത്ത് പറഞ്ഞു, വാസ്തവമായി ദൈവം നീതിമാനായിരുന്നു. ഇതാ നിന്റെ അടുക്കൽ മറ്റുള്ളവര്
തൊഴുകയുമായിട്ട് വരുന്നവൻ പോകുന്നുണ്ട്. നിന്നെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് ആഹാരം താ, ഞങ്ങൾ എന്ത് വേണോ തരാം, എൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനം തരാം, എന്ത് വേണോ തരാം, ഇന്ന് ഞങ്ങൾ ജീവിച്ചു തരുന്നാൽ മതി, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഭക്ഷണം വേണം. വിശപ്പ് വന്നു കഴിഞ്ഞാൽ തലയെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണും മൂക്കൊന്നും നോക്കത്തില്ല, ടി വി അടിച്ച് പൊട്ടിക്കും, ഫ്രിഡ്ജും അടിച്ച് പൊട്ടിക്കും, അടുക്കള മൊത്തവും പൊട്ടിക്കും, കുറ്റം പറയും. വിശപ്പ് തലയിൽ കയറിയ സാഗരത പൊട്ടാൻ സാധ്യത കൊണ്ട് കൃത്യസമയത്ത് ആഹാരം കൊടുക്കണം. വിശപ്പ് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാ. ഇവിടെ ജനം കണ്ണ് കണ്ടുകൂടാതെ യോസഫിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവവേദലേ, എല്ലാവർക്കും കണ്ണടച്ചാട്ടെ. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം തൻ്റെ മക്കൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവേ ഇന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് പ്രിയപരനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേട്ട വചനം, ദൈവശബ്ദം തുടർന്ന് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് അവർ ഓരോരുത്തരെയും ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. ദൈവ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അധികാരത്തിന്റെ മോതിരം ഊരി നിന്റെ കയ്യിൽ തരുമ്പോ ഒരു രാജ്യം നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ട്, ഒരു രാജ്യം നിന്റെ മേൽ മുട്ടുകുത്തുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഉള്ളതിനാൽ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി കാരാഗ്രഹം അനുഭവിക്കുന്ന ഞങ്ങളുടെ സകലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കണമേ, നീ അവരെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണം. ഈ വചനങ്ങളാൽ സകലവരെയും സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കണം. വരാൻ പോകുന്ന ദൈവമേ ക്ഷാമത്തിൽ നിന്നും ഞങ്ങളുടെ ഇന്ത്യ മാത്രമല്ല ലോകത്തെ രക്ഷിക്കണം. വരാൻ പോകുന്ന കഷ്ടത, വരാൻ പോകുന്ന ക്ഷാമം വിളിച്ചു പറയുന്നു. ഒരു ക്ഷാമം വരുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ലോകത്തെയും ദൈവം രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവരെ അനുഗ്രഹിക്കണം. ദൈവം തരുന്ന ആഹാരങ്ങൾ വേസ്റ്റ് ആക്കാതെ അത് വളരെ പ്രാർത്ഥിച്ച് കഴിക്കുവാൻ. നിങ്ങൾ ഇന്ന് ആഹാരം വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ ഒരു കടി കടിച്ച് മറിയെറിയുന്ന അനുഭവങ്ങൾ, ആഹാരം കൊണ്ടുവന്നാൽ തീർത്തും കഴിക്കാൻ കഴിയാതെ പകുതി മാറ്റിവെച്ച് അത് വേസ്റ്റ് കൂട്ടേണ്ട അനുഭവങ്ങളെ ജീവിതത്തിൽ വിളിച്ചു വന്ന ക്ഷാമത്തിലേക്ക് പോകും. ദൈവസനിൽ കണക്ക് പറയേണ്ടി വരും. ദൈവ കണക്ക് ചോദിക്കും. നിങ്ങൾ ഇന്ന് ചവച്ച് നിസാരമായിട്ട് ആഹാരത്തെ നിങ്ങൾ കണക്ക് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവ പൈതൽ ഇന്ന് ആഹാരത്തിന് നിങ്ങൾക്ക് തന്നെ സൗജന്യം ആഹാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്നതായിരിക്കാം, എന്തുമായിക്കോട്ടെ, നിങ്ങൾ അതിന് സ്തോത്രത്തോടെയും അതിന് ദൈവത്തിന് മഹത്വം കൊടുത്ത് കഴിച്ചില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ആത്മ പറയുന്നു, അതുകൊണ്ട് കഴിക്കേണ്ടത് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ സന്നിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത്, കർത്താവേ ഇന്ന് തന്ന ആഹാരത്തിന് അന്നത്തിനായി സ്തോത്രപ്പാ. ദൈവമക്കളെ, ആഹാരത്തിന് വേസ്റ്റ് കൂട്ടി വലിച്ചെറിയരുത്. മറ്റുള്ളവർക്ക് ആഹാരം വരുന്ന മിച്ചമുള്ളതിന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ആർക്കും തിന്നാതെ വരുമ്പോ അസുഖം പിടിക്കുമ്പോ അതിനടുത്ത് മറ്റുള്ളവർ കൊല്ലാൻ വേണ്ടി തീറ്റിക്കരുത്. നീ കൊടുക്കേണ്ടടുത്ത് മറ്റുള്ളവർ കൊടുക്കേണ്ട വരുമ്പോ അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്ക്. ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് മോർച്ചറിയിരുന്ന് ശവം ജീർണിക്കുന്ന പോലെ ശവം ജീർണിച്ചു കഴിഞ്ഞാൽ മൂക്ക് പൊത്തേണ്ടി വരും. മൂക്ക് പൊത്തുന്ന നിന്റെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ആഹാരത്തെ ഇന്നെടുത്ത് തന്നെ വേസ്റ്റ് കൂട്ടേറി കോർപ്പറേഷനിൽ എറിഞ്ഞ പെറ്റി അടിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ആഹാരത്തെ ഈ മോർച്ചറിക്കകത്ത് വെച്ച് തിന്നുന്ന അനുഭവങ്ങളെ മാറ്റി മാനസാന്തരപ്പെട്. മറ്റുള്ളവർക്ക് കൂടെ തരുമ്പോ അത് കൊടുത്ത് തന്നെ നീ കൊണ്ടുപോ. ഇന്ന് മാറ്റി ആർക്കും കൊടുക്കുകയില്ല, തിന്നേയില്ല, തീറ്റിക്കുകയില്ലാത്ത അനുഭവങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നീ കണക്ക് പറയേണ്ടി വരും. വചനം ആത്മാവിൽ പറയുന്നു, ഒരു ക്ഷാമം വരുന്നുണ്ട്. അപ്പോൾ നീ പറയും, എൻ്റെ ഫ്രിഡ്ജ് പെട്ടി വലിയ പെട്ടിയാണ്, നീ എത്ര ഫ്രിഡ്ജ് പെട്ടി വെച്ചാലും ക്ഷാമം 7 സംവത്സരമാണ്. മറക്കരുത്. പണമുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, നിന്റെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം. പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, അത് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. ദൈവം വലിയവനാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു തന്നെ പോകുക, കൊടുക്കേണ്ടവരെ കൊടുക്കുക. അല്ലാത്ത പക്ഷം ആർക്കും കൊടുക്കാതെ വേസ്റ്റ് കൂട്ടെറിഞ്ഞ് അനുഭവങ്ങളെ മാറ്റി ആഹാരത്തെ പ്രസാദമണം. ആത്മ പറയുന്നു, നിങ്ങൾക്ക് തരുന്ന ആഹാരത്തെ, അപ്പൻ തരുന്ന നുറുക്കി തരുന്ന ആഹാരത്തെ